ആലപ്പുഴ ജിംഖാനയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഫങ്കി കട്ട്സ് ആണ് എനിക്ക് ഇഷ്ടം. നമ്മളിപ്പോൾ പറഞ്ഞ എഡ്ഗർ റൈറ്റിന്റെ പടങ്ങൾ പുറത്ത് നോക്കുകയാണെങ്കിൽ എഡ്ഗർ റൈറ്റിന്റെ പടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ. ഓപ്പറേഷൻ ജാവ ഒരു സ്കൂളിംഗ് ആയിരുന്നെങ്കിൽ തലുമാല ഡിഗ്രി ആയത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു. ഇടി കൊണ്ട പാടെ വലിയ നീരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം നസ്ലിൽ വെച്ച് ഷൂട്ട് ചെയ്യാനേ പറ്റില്ല. ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 80 to 85% ഓർ എബവ് അത്രത്തോളം എഡിറ്റിലുള്ള സാധനങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു. എല്ലാം പൊളിച്ച് മാറ്റി. അതെ, വരും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് പറയും, മാറ്റിക്കോ. പക്ഷെ അപ്പോഴും ഈ സീൻ അതാ, പുള്ളീനെ ഒരിക്കലും നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റിംഗ് നേരെ കൊണ്ട് ആർട്ടിക്കോട്ട് റൊമാനിക്കിനെ കാണിക്കാനുള്ള ഒരു പീസാണല്ലോ. അപ്പൊ നമുക്കത് നസ്ലിന്റെ ഒരു പഞ്ച് ചിലപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ച് എടുക്കണം 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം. മുമ്പ് ഇറങ്ങുന്ന എല്ലാ പടത്തിലും അമ്മ പലപ്പോഴും എന്റെ പേര് മിസ്സോടെ, എടാ ഇതിൽ എവിടെയാണ് നിന്റെ പേര് എന്ന് പറയുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും. സിനിമ അവസാനമാണ്. പിന്നെ പലയിടത്തും തിയേറ്ററിൽ ഇത് ഓഫാക്കി കളയാലേക്ക് ഓൺസെറ്റ് വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനും കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ അപ്പൊ അന്ന് അങ്ങനെ CG മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇതുണ്ടാവുന്നത്, ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ദിവസം റൊമാനിക്ക് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, എടാ ഇത് നമ്മൾ നിഷാദിന്റെ പടമായിട്ട് തന്നെ നമ്മളിത് ഇറക്കണം, എന്തായാലും നിഷാദിന് വേണ്ടി നമ്മൾ എന്തായാലും ഈ പടം ചെയ്തേ പറ്റൂ. അപ്പൊ ഇപ്പം വിളിച്ച് ചോദിക്കാറുണ്ടോ, എടാ എന്റെ റീൽ എഡിറ്റ് ചെയ്ത് അതുണ്ട്. അത് കൂടെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മൾ അന്ന് ചെയ്യാറുള്ള കുറേ പോലത്തെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ ഇങ്ങനെ ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യാറുള്ള. Hi guys, welcome to new episode of Vice Talks, and we have a young talented technician from Alappuzha Gymkhana, co-editor of Alappuzha Gymkhana, Bless Thomas here. Hi Bless. Hi. ബ്ലസ്സിൻ്റെ എഡിറ്റിങ്ങിലോട്ടുള്ള ജേണി എങ്ങനെയായിരുന്നു? ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയറക്ഷൻ എന്നുള്ള പ്രാന്തിലാണ് അങ്ങോട്ട് കോളേജിൽ പോയിരുന്നത്. അവിടെ വെച്ചിട്ട് ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ കുറേ ആഗ്രഹിച്ചു. ഇങ്ങനെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ റൂംമേറ്റ്സിനൊക്കെ വെച്ച് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തായിരുന്നു പരിപാടി മെയിൻലി. അപ്പോൾ അന്നേരം എഡിറ്റർ കിട്ടാണ്ടുള്ള മൂഡിൽ അങ്ങനെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു. യൂട്യൂബ് ലേണിംഗ് ആയിരുന്നു കൂടുതലും. അപ്പോൾ ഞാൻ പ്രീമിയർ യൂട്യൂബിൽ നിന്ന് പഠിക്കാന്നുള്ള പരിപാടിയിലാണ് തുടങ്ങിയത്. പിന്നെ ഈ പറയണം അങ്ങനെ ചെയ്ത് ഇഷ്ടമായതാണ്. ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെയായിരുന്നു. സ്വന്തം ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്യാൻ ആരും കിട്ടാണ്ടായപ്പോൾ വെറുതെ ചെയ്ത് പഠിച്ചായിരുന്നു. അതാണ് ഒരു ജേണി സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടായിരുന്നു? ലൈക്ക് ഷോർട്ട് ഫിലിം തുടങ്ങി, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോർട്ട് ഫിലിം ഈ കോളേജ് തീരുന്നവരെയും എനിക്ക് അങ്ങനെ എഡിറ്റിംഗ് എന്നുള്ളൊരു ക്രേസ് ഒന്നുമല്ലേ. ആ സമയത്ത് കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന എഡിറ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ വീഡിയോയും പിന്നെ ക്ലാസ്സിൻ്റെ ട്രോൾ വീഡിയോസ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതാണ്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും ഡയറക്ടർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറാൻ വേണ്ടി മാക്സിമം ഓപ്പർച്യൂണിറ്റി നോക്കിയിരുന്നു. കുറേ പേർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഓരോരുത്തർ ഇങ്ങനെ പറയാനായിട്ടുണ്ടായി, ഇങ്ങനെ ഡയറക്ഷന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി എഡിറ്റിംഗ് പഠിച്ചിരുന്നത് നല്ലതായിരിക്കും, കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പിന്നെ എഡിറ്റിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ മൈൻഡായിരുന്നത്. ആദ്യം എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നത് ഓപ്പറേഷൻ ജാവ. അവിടെ കോവിഡൊക്കെ ടൈമിൽ ഓപ്പറേഷൻ ജാവ വർക്ക് ചെയ്യാൻ കിട്ടി. അപ്പോൾ ആ സമയത്ത് അവർ പ്രൊമോ ഗഡ്സിന് വേണ്ടി ആളെ നോക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണോ അല്ല, അതാ എനിക്ക് എന്തെങ്കിലും രീതിയിൽ സിനിമയ്ക്ക് കയറിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുതിയൊരു പടം, പുതിയ ഡയറക്ടർ, അങ്ങനെ ഇതിനിങ്ങനെ പ്രൊമോ ഗഡ്സിന് ആളെ നോക്കണമെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെയും അത് കയറി, കാരണം കുറച്ച് ബേസിക് എഡിറ്റ്സ് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് പോയി നോക്കാമെന്നുള്ള മൂഡിൽ അതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്ടറോട് നേരിട്ട് ചോദിക്കാമല്ലോ, അടുത്ത പടത്തിലെങ്കിലും ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ കയറണം. അപ്പോൾ അതായിരുന്നു എൻ്റെ മൈൻഡ്. അങ്ങനെ അവിടെ ചെന്ന് പ്രൊമോക്കൊക്കെ വേണ്ടി കയറിയതായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ചെന്ന് പ്രൊമോ ഗഡ്സും അതിൽ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി അന്ന് ജാവ ടോക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൊമോ മെറ്റീരിയൽസ് അതിന് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം എഡിറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിഷാദൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പരിപാടി കണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് എഡിറ്റിൽ അങ്ങനെ ക്രേസ് കയറിയത്. അത് ഭയങ്കര രസം തോന്നി. പുള്ളി ചെയ്ത ഓരോ വേർഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കട്ട്, അത് കഴിഞ്ഞ് അടുത്ത കട്ടപ്പോൾ ഓരോന്നും നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു, അവിടെ പ്രിവ്യൂക്ക് ഇരിക്കണോണ്ട്. അങ്ങനെ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. പടം വല്ലാണ്ട് മാറ്റാൻ പറ്റും എന്നുള്ളൊരു സംഭവം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അന്ന് ആക്ച്വലി തരുൺചാനോട് അസിസ്റ്റ് ചെയ്യാൻ കയറാൻ വേണ്ടി ചോദിക്കാതിരിക്കുന്ന ടൈമിൽ ഞാൻ അന്ന് നിഷാദിക്കോട് ചോദിച്ചു, ഞാൻ ഒരു പടം ഇങ്ങനെ എഡിറ്റിൽ അസിസ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് എഡിറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതാണ് ഇതെല്ലാവരും പറഞ്ഞുള്ളൊരു സംഭവമായിരുന്നു. എല്ലാവരും പറഞ്ഞു വെറുതെ എഡിറ്റ് അറിഞ്ഞു വെച്ചോ, ഡയറക്ഷൻ ഹെൽപ്പാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നിഷാദിക്കയുടെ അടുത്ത് പോയി ചോദിച്ചു. പുള്ളി ചോദിച്ച വഴിക്ക് പറഞ്ഞു, ഞാൻ ഇപ്പോൾ 1 എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുക, നീ നേരെ പോരെ, ഈ ആഴ്ചത്തെ ഇവിടുത്തെ വർക്കും കൂടി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ നിഷാദിക്കയോടൊപ്പം കയറിയതാണ്. പിന്നെ 4 വർഷം പുള്ളിയുടെ ഒപ്പം തന്നെയായിരുന്നു. 1 ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പടം തീരാനായിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് ഒരു മന്ത് വർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് എഡിറ്റ് പഠിക്കാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. പുള്ളി എന്നെ നേരെ കൊണ്ടിട്ട് തല്ലുമാലല്ല. അപ്പോൾ പിന്നെ അറിയാം, അപ്പോൾ ഒരു 1.5 വർഷത്തോളം അവിടുത്തെ ഇതിലായിരുന്നു, ലോക്കായിരുന്നു. പിന്നെ തല്ലുമാല കൂടി കഴിഞ്ഞുകൊണ്ട് എഡിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഈ ഒരു ജേണി എന്നുള്ളത്. ഓപ്പറേഷൻ ജാവയിൽ നേരെ 1 വന്നു. അതെ 1 അവിടുന്ന് നേരെ വരുന്നത് തല്ലുമാല എന്ന് പറഞ്ഞ
മലയാളത്തിൽ കണ്ട ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് എഡിറ്റിങ്ങിൽ വരുന്ന ഒരു മൂവിയാണ്. ലൈക്ക് ഫാസ്റ്റ് കട്ട് അങ്ങനത്തെ കുറേ പരിപാടികൾ, ജെം കട്ട്, മാച്ച് കട്ട്, കുറേ പരിപാടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആക്ച്വലി ഭയങ്കര ഹാപ്പി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് ഏറ്റവും ഫസ്റ്റ് കാര്യം ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം എന്നുള്ളത് മാത്രമാണ്. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അവിടെ പോയി ഇരിക്കാൻ മാത്രം പറഞ്ഞാലും ഞാൻ റെഡി. അപ്പോൾ എന്നെ നിശാക്ക 1 കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയ സമയത്ത് പറഞ്ഞേ, എടാ ഇനിയിപ്പോൾ എന്തായാലും നീ ഫ്രീ അല്ലേ, ഇപ്പോൾ അവരുടെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങാറായിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി നമ്മുടെ എഡിറ്റ് സൈഡിൽ നിന്ന് ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയാണ്, എപ്പോൾ വിളിച്ചാലും ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പ്രീലി ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഡിസ്കഷൻസും ഈ മറ്റു കുറേ പ്രീ വർക്ക്സ് ഉണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് അവിടെ ഒരാൾ വേണം. ഇവർ കുറേ സംഭവങ്ങൾ അതിലത്തെ ട്രാൻസിഷൻസും എഡിറ്റൊക്കെ. അതെനിക്ക് ചോദിക്കാനുള്ള കാര്യം, കാരണം നമ്മൾ തല്ലുമാല സിനിമ കാണാൻ നേരത്ത് നമുക്ക് ആദ്യം എനിക്ക് തോന്നിയൊരു പേഴ്സണലി തോന്നിയ കാര്യം, ഈ ഷോർട്സ് ഒക്കെ പ്ലാൻഡ് ആയിരുന്നു. ലൈക്ക് അതിനകത്തൊരു സീനുണ്ട്, ലുക്മാൻ ഷർട്ട് എറിയാൻ നേരത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്, അതേപോലെ സ്കൂട്ടറിൽ പെട്ടെന്ന് ട്രാൻസിഷൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നേരെ തിരിയുമ്പോഴത്തേന് നെക്സ്റ്റ് ഷോട്ടിൽ സ്കൂട്ടറിലോട്ട് പോകുന്നത് ഇരുത്തുന്നത്, അതേപോലെ സ്റ്റണ്ട് 2 സ്ഥലത്തെ സ്റ്റണ്ട് മാച്ചായിട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു പ്രീ പ്രൊഡക്ഷനിലെ. അതായിരുന്നു ആക്ച്വലി. അതിനു വേണ്ടിയാണ് റഹ്മാനൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ വേണം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് നിശായ്ക്കയുടെ ഒപ്പം ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പാരലിൽ വേറെ പടത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇപ്പുറത്തേക്ക് തല്ലുമാലയ്ക്ക് വിടാൻ എന്നെ വിളിച്ചതായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മൊത്തം എഡിറ്റിൻ്റെ കുറേ സംഭവങ്ങൾ പ്രീ പ്രൊഡക്ഷനിലേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് റഹ്മാനിക്ക് മോസ്റ്റ് ഡേയ്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് പോലെ തരും, അവിടെ ഇതൊന്ന് ചെയ്ത് കാണിക്കണം നാളത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെഫറൻസ് എടുത്തിട്ട് ഇതെങ്ങനെ വർക്കൗട്ട്, ഈ സീൻ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതൊന്ന് എഡിറ്റ് കാണിച്ചു തരണമെന്ന് പറയും. ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 80 to 85% ഓർ എബവ് അത്രത്തോളം എഡിറ്റിലുള്ള സാധനങ്ങൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞ എല്ലാ സീക്വൻസസും പ്രീ പ്ലാൻഡ് ആയിരുന്നു. പടം ഒരു നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും എഡിറ്റിൽ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഈ നോൺ ലീനിയർ എഡിറ്റ് തൊട്ട് ആക്ച്വലി ഭയങ്കര വേറെ മാതിരി സ്ക്രിപ്റ്റ് ഒക്കെ ഇരുന്നു. ഞാൻ അതുവരെ നമ്മളിപ്പോൾ കോളേജിലേക്ക് പഠിക്കുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് സ്ക്രിപ്റ്റ് വായിക്കുക, ഇതെങ്ങനെ ഇരിക്കണം, നമുക്കും എഴുതാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സ്ക്രിപ്റ്റിൻ്റെ പരിപാടി എന്നൊക്കെ അന്ന് കുറേ വായിച്ചിട്ടുണ്ട്. എല്ലാം കുറേ ഒരു വിധം ഒരു പാറ്റേണിൽ പെടുന്ന. എന്നിട്ടാണ് വന്ന് തല്ലുമാലയിൽ വന്നിട്ട് തല്ലുമാലയുടെ സ്ക്രിപ്റ്റാണ്. എനിക്ക് ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ട് ഒപ്പമുള്ള ഏഡിയാണ്. അപ്പോൾ ഞാൻ അവനോട് ആദ്യം വിളിച്ചു, എടാ ഇത് എന്ത് ഇങ്ങനെ ഇരിക്കണം, എനിക്ക് മനസ്സിലാവണം എന്താ ഇതിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ. ഭയങ്കര രസമായിരുന്നു. നമുക്കത് ഓൾറെഡി മ്യൂസിക് എഴുതിയത് വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാനുള്ളതുണ്ട്. അത് കഴിഞ്ഞ് ആ സീനിനെ റഹ്മാനിക്ക് കൺസീവ് ചെയ്യുന്നത് തന്നെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. പുള്ളി വന്ന് ഇപ്പോൾ ഇത്രയുള്ളൊരു സംഭവത്തിന് ആൾ 3 ഓപ്ഷൻസിൽ കൺസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണം. ഇങ്ങനെ ഒരു റെഫറൻസ് വെച്ച് മേ ബി ഇപ്പോൾ പറഞ്ഞ ആ ഫൈറ്റ് സീക്വൻസ് ഇല്ല 2 സൈഡിൽ നിന്നുള്ളത്, അതിനും പുള്ളിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിന് നോൺ ലീനിയറിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നോൺ ലീനിയർ ആയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് തന്നെ അവർ ഷൂട്ടും പോയിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എഡിറ്റിൽ വന്നിട്ട് അതിനൊന്നും കൂടിയും എനിക്ക് തോന്നും റിലീസാവാൻ 1 മാസമോ 1.5 മാസം മുമ്പുള്ളപ്പോൾ വീണ്ടും അതിൻ്റെ സീൻസ് ഷഫിളായിട്ടുണ്ട്. അത് റഹ്മാനിക്കും നിഷാദിക്കും കൂടി ഒരുമിച്ചിരുന്ന് ഷഫിൾ ചെയ്തൊരു പരിപാടിയായിരുന്നു. അതും നന്നായിട്ട് ഹെൽപ്ഫുൾ. എനിക്ക് മോസ്റ്റ്ലി ഫസ്റ്റ് ഹാഫിലാണെന്ന് എൻ്റെ ഓർമ്മ. എന്നിട്ട് അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിൽ സീനിനെ ഷഫിൾ ചെയ്തു. അപ്പോൾ സ്ക്രീൻ പ്ലേ മാറിയല്ലോ. എന്നിട്ട് മ്യൂസിക്കാനെ സ്ക്രീൻ പ്ലേ റൈറ്ററിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് സ്ക്രീൻ പ്ലേ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനൊരു കണ്ടിന്യൂറ്റി കൊണ്ടുവന്നു. ഈ ചാപ്റ്റർ വൈസ് ഉള്ള കുറേ സംഭവങ്ങളും സീൻ ടു സീൻ കണക്ഷനൊക്കെ പിന്നീട് മ്യൂസിക്ക എഡിറ്റ് കണ്ടിട്ട് ചെയ്തിരിക്കുന്നതാണ്. എഡിറ്റ് കണ്ടിട്ട് രണ്ടാമത് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര രസമുള്ളൊരു പ്രോസസ് ആയിട്ട് തോന്നി. അപ്പോൾ മൂന്നാമത്തെ പടമാണല്ലോ തല്ലുമാല. അതെ അവിടെ ചെന്നിട്ട് കിളി പോയിട്ടുണ്ട്. കിളി പോയെന്ന് പറഞ്ഞാൽ കിളി പോയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ കോളേജിൽ പഠിച്ചിട്ട് എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ കോളേജിൽ പോയെന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ 3 വർഷത്തിൽ ലിറ്ററലി മേ ബി ഒരു 10% പഠിച്ചിട്ടുണ്ടെങ്കിൽ തല്ലുമാല ഭയങ്കര ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഭയങ്കരമായിട്ട് ആയിരുന്നു അത്. കാരണം എല്ലാം പൊളിക്കുക. ഇത് ബേസിക്കലി റഹ്മാനിക്കയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ യൂഷ്വലായിട്ട് പോകുന്നുണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോകാന്നുള്ളൊരു സംഭവമാണ്. പിന്നെ പുള്ളീനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഭയങ്കര പാടാണ്. നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചാലും ഇത്രേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മേലെ എന്തെങ്കിലും വേണം. അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞോണം സ്ക്രിപ്റ്റ് ഓൾറെഡി നോൺ ലീനിയറായി, അത് പൊളിച്ച് എഡിറ്റിൽ വേറൊരു പാറ്റേൺ കണ്ടുപിടിച്ച് അതിന് വീണ്ടും റഹ്മാനിക്ക് നിർബന്ധം പിടിച്ച് മ്യൂസിക്കാനും വിളിച്ച് വരുത്തിയതാണ്. എന്നിട്ട് അത് വെച്ച് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കാരണം അതിനൊരു സ്മൂത്ത്നെസ് ഉണ്ട് പടത്തിന് ഓവറോൾ. പിന്നെ ഈ പറഞ്ഞ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള എല്ലാ എഡിറ്റും അത് പിന്നീട് കുറേ എഡിറ്റ് ടീമിനാണ് കുറേ എന്താ പറയുക ക്രെഡിറ്റ് വന്നത്. ബട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രീ ആയിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്താൽ മാത്രമേ അങ്ങനത്തെ ട്രാൻസിഷൻ നടക്കുള്ളൂ. അതാണ് ഇവിടെ ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പോൾ നമ്മുടെ ഞാൻ ചുമ്മാ ഓർമ്മ വരുന്ന പെട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ കല്യാണി
ജമ്പ് ചെയ്യുമ്പോൾ ഡ്രസ്സ് മാറുന്നത് മാറുന്നത് അതൊക്കെ അവർ കുറേ ടൈം എടുത്ത് ഷൂട്ട് ചെയ്താ. കാരണം ഞാൻ വൈകുന്നേരം വന്ന് ഇവിടെ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഇതിന്റെ ഷോർട്സ് കാണാം, ഒരു 100 ഷോട്ട് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോണത് ഒരു 2 സെക്കൻഡ് ഫുട്ടേജ് മാത്രമാണ്. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. തല്ലുമാല കഴിഞ്ഞ നെക്സ്റ്റ് പ്രൊജക്ട് ഏതായിരുന്നു? തല്ലുമാല ഞാൻ നേരെ ബോസെങ്കോ ആണ് വർക്ക് ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് നെയ്മർ പ്രൊമോ കട്ട്സ് വർക്ക് ചെയ്യാൻ കിട്ടിയായിരുന്നു. നെയ്മറിന്റെ പ്രൊമോ കട്ട്സ് ചെയ്തായിരുന്നു, ഫുള്ളായിട്ട് ചെയ്തായിരുന്നു. ഫുള്ളായിട്ട് എനിക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ടായി, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ചെയ്തായിരുന്നത്. പട്ടിയെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു അത്. എനിക്ക് ആക്ച്വലി പടത്തിന് വർക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു, പക്ഷെ പടം നടക്കുമ്പോൾ ഇതുമാതിരി ഞാൻ വേറെ വർക്കിലായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ്റെ അതിന്റെ ഡയറക്ടർ ഭയങ്കര കമ്പനി, ഞങ്ങൾ ഓപ്പറേഷൻ ജാവ് തൊട്ട് ഭയങ്കര കമ്പനി. സുധിച്ചേട്ടനാണ് അതിന്റെ കോ ഡയറക്ടർ ഓപ്പറേഷൻ ജാവയുടെ. അപ്പോൾ അങ്ങനെ കമ്പനി ഉള്ളതുകൊണ്ട് പുള്ളി അങ്ങനെ വിളിച്ച് പ്രൊമോ ഒക്കെ ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു. അപ്പോൾ അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബോസാങ്കോന്റെ വർക്ക് വന്നിട്ട് അതിലേക്ക് വിളിക്കണേ. ഈ പ്രൊമോ കട്ടും ഫിലിം കട്ടും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ ഫണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ വീഡിയോസ് ആണല്ലോ കൂടുതൽ ചെയ്യണേ. അപ്പോൾ എഡിറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ ഫങ്കി കട്ട്സ് ആണ് എനിക്ക് ഇഷ്ടം. നമ്മളിപ്പോൾ പറഞ്ഞ എഡ്ഗർ റൈറ്റിന്റെ പടങ്ങൾ പുറത്ത് നോക്കുകയാണെങ്കിൽ എഡ്ഗർ റൈറ്റിന്റെ പടങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫാസ്റ്റ് കട്ട്സും ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. അത് കണ്ടിരിക്കാനും അത് വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബർത്ത്ഡേ വീഡിയോസ് വരുമ്പോൾ കൂടുതൽ അങ്ങനെ വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൊമോ കട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂറ്റി നോക്കേണ്ടതില്ല, ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും ചെങ് ഈ നോൺ ലിനിയാരിറ്റി പോലും കണ്ടിന്യൂറ്റി അത്രയും കിട്ടിയില്ലെങ്കിലും നമ്മൾ സേഫാണ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ആ സമയത്ത് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഒപ്പം ട്രിപ്പ് പോകുന്ന മിക്കപ്പോഴും വീഡിയോ എടുത്ത് ഇതേമാതിരി എന്തെങ്കിലും കാണിച്ചു വയ്ക്കുന്നുണ്ട്, ഒരു അതിക്രമം കാണിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തല്ലുമാല വന്ന് വീഴണേ. അപ്പോൾ ഞാൻ ദൈവമേ, അങ്ങനത്തെ ഒരു പടം വന്ന് വീഴാൻ ഭയങ്കര ഭാഗ്യമാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പോലെ തന്നെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പടം വന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ചെയ്തു പോകാൻ ഭയങ്കര രസമായിരുന്നു. അതായത് ഞാൻ പ്രൊമോ കട്ടായിട്ട് കണക്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു നോൺ ലിനിയാരിറ്റി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ, ഫങ്കി, ആ ഒരു ഫ്രീഡം ആ പടത്തിലുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. തല്ലുമാല കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് മൂവി അന്ന് ഈ പറഞ്ഞ കുറച്ച് നാളായിട്ട് വീട്ടിൽ ഇന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അന്നേരം ബസൂക്ക എന്ന് പറഞ്ഞ പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിഷാക്ക് അപ്പോൾ പറഞ്ഞു വാ നമുക്ക് ബസൂക്ക കുറച്ച് വർക്ക് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തന്നെ ഓഫ്ലൈനിനെ വിളിച്ചേ. ഈ എഡിറ്റിൽ തന്നെ 4 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഒന്ന് സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ ഓഫ്ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിൽ ജോയിൻ ചെയ്തിട്ട് അപ്പം മാത്രം, അതായത് എല്ലാ ഷൂട്ടും കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എന്നെ ഈ ഓഫ്ലൈനിൽ വിളിച്ചത്, അതായത് അതാത് ദിവസങ്ങൾ വരുന്നത് എഡിറ്റ് ചെയ്ത് സീനാക്കി മാറ്റാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ബസൂക്കിക്ക് എന്നെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 10 days അങ്ങോട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പാരലലി ബോസാങ്കോയും നിഷാദിക്കാണ് ചെയ്യണത്. അപ്പോൾ എന്നോട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ബസൂക്ക നിഷാദിക്ക നേരെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്പ്ലിറ്റായി ഇവിടെ ചെയ്തത്. പിന്നെയാണ് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴ ജിംഖാനയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ആലപ്പുഴ ജിംഖാനയിലേക്ക് ഞാനപ്പോൾ എഡിറ്റ് പതുക്കെ സൈഡാക്കിയായിരുന്നു. ഈ ബോസാങ് കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എന്നുള്ള പോലെ എനിക്ക് ഇല്ലില്ല എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞോളം ഡയറക്ഷന് വേണ്ടിയാണ് ഞാൻ ഒരു പടം ഒന്ന് കയറി എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് എഡിറ്റ് അറിയാം. ഇപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് എഡിറ്റ് അറിഞ്ഞാൽ നന്നായിരിക്കും. എഡിറ്റ് അറിയാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എഡിറ്റ് റൂമിൽ ചെല്ലുന്നു, ഇതൊക്കെയാണ് ചെയ്യണല്ലേ, ഇതാണ് സോഫ്റ്റ്വെയർ, ഇത്രയുള്ള അറിവ് എനിക്ക് മതി എന്നുള്ള എൻ്റെ മനസ്സിൽ ചെന്ന് വീണത് ഈ പറയുന്ന തല്ലുമാലയിലും പണിയെടുത്ത് പത വന്നുള്ള സീനായിരുന്നു. അതും അത്രയും നാൾ ഉറക്കമൊക്കെ തീരെ കിട്ടിയിരുന്നില്ല. സിംഹത്തിന്റെ മടയിൽ ചെന്ന് വീണത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ സൈഡാവാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ബസൂക്കേൻ്റെ ഒക്കെ വന്ന് നിഷാദിക്ക് ഇങ്ങനെ നിറച്ച് വർക്ക്സ് വന്നോണ്ടിരിക്കും. അപ്പോൾ പുള്ളിയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള പോലെ പുള്ളിക്ക് കൂടി ഉണ്ടായ ആരെയും വിടാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെയും പുള്ളി പാരലലി വർക്ക് ചെയ്തിരുന്ന വേറെ 2 ബോയ്സിനെ എപ്പോഴും വിളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് അവിടെ എഡിറ്റിലേക്ക് ചെല്ലണേ. അങ്ങനെ വീണ്ടും പോയി പിന്നെയും അങ്ങനത്തെ നമുക്ക് എൻ്റെ ഉറക്കൊക്കെ പോയിട്ട് നമുക്ക് ആകെ ഹെൽത്ത് നമുക്ക് മനസ്സിലാവുണ്ട് ഭയങ്കര സീനായി തുടങ്ങിയത്. അപ്പോൾ ഓർത്ത് കുറച്ച് നാൾ നിന്നിട്ട് ഡയറക്ഷൻ ഇനി എപ്പോഴാണ് നോക്കണേ, ഇങ്ങനെ പോയി കുറേ പടങ്ങളായി. അപ്പോൾ ഡയറക്ഷൻ എന്തായാലും ഒന്ന് അസിസ്റ്റ് ചെയ്യണം എന്നുള്ള മൈൻഡിലിരിക്കായിരുന്നു. ഇല്ല, ആ സമയത്ത് ട്രൈ ചെയ്തില്ല. ഞാൻ ഈ എഡിറ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് പോയതിൻ്റെ ഒരു ട്രോമ ഒന്ന് മാറിക്കിട്ടാൻ കുറച്ച് നാൾ വീട്ടിലിരിക്കാന്നുള്ള പോലെ. അപ്പോൾ അന്നേരമാണ് ഇതിൻ്റെ ചീഫ് വിളിക്കണേ, റഹ്മാനിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ AD ആയിട്ട് കയറാൻ വരുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ സ്വർഗം വേറെ ഒന്നും ആലോചിക്കാമല്ലോ, റഹ്മാനിക്കാണ് അസിസ്റ്റൻ്റായിട്ട് പോകാനല്ലേ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എപ്പോഴും വരണ്ടേന്ന് ചോദിച്ച് ഫുൾ റെഡി ആയിരുന്നു. അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വരണേ. പ്രീ തൊട്ടേ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ December 2023 ഇവരുടെ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ റഹ്മാനിക്ക് പറഞ്ഞിരുന്നു ഇങ്ങനെ നമുക്കും പ്രീയിൽ ഇത്തവണ കുറച്ച് എഡിറ്റ് പരിപാടി എന്തൊക്കെയാണ് അത് പ്ലാൻ ചെയ്യാൻ വേണ്ടി നീ കൂടെ വാ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് സൈഡായിരുന്നു. എഡിറ്റിംഗ് സൈഡ് നോക്കാൻ വേണ്ടി വിളിച്ച പോലെയായിരുന്നു. അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്ക് ചാർട്ടിങ് അങ്ങനെ ഓരോരോ തല്ലുമാല പോലെ തന്നെ ഇല്ല. കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഇല്ല, ആക്ച്വലി വന്ന് കയറിയ ഫസ്റ്റ് റഹ്മാനിനോട് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ പടം തല്ലുമാലയെ അല്ല, തല്ലുമാല ആയിട്ട് ഒരു റിസംബ്ലൻസും വരാൻ പാടില്ല എന്നുള്ളൊരു സംഭവമായിരുന്നു. ഈവൻ ഇപ്പോൾ കാണുന്ന പടത്തിലെ ഡിസൈൻ പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല മുമ്പ്.
കുറേ കൂടിയും സ്ട്രേറ്റ് കട്ട്സും അങ്ങനെയായിരുന്നു ഫുൾ പ്ലാൻ. പിന്നെ പ്രീ പ്രൊഡക്ഷനിൽ കൂടുതൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിങ് പീസസ് ഇല്ലേ സെക്കൻഡ് ഹാഫിലാ, അത് മൊത്തം അവർ കൊറിയോഗ്രഫി പഠിക്കേണ്ടായിരുന്നു ഒരു 4-5 മാസം ഇരുന്നിട്ട്. ആക്ടേഴ്സ് ജോഫിൽ ഗോസ് എന്നുള്ള ആക്ഷൻ കൊറിയോഗ്രാഫർ പഠിപ്പിച്ച് എല്ലാവരുടെയും സെപ്പറേറ്റ് കൊറിയോഗ്രഫി ഉണ്ടായിരുന്നു, ഇത്ര റൗണ്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ ടാസ്ക്, ഞാനും മാഹിർ എന്ന് പറഞ്ഞ റേഡിയോ ഉണ്ടായി, പിന്നെ ആൻഡ്രോസ്, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങളോട് പോയിട്ട് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറയും. അപ്പോൾ ഈ കൊറിയോഗ്രഫിയൊക്കെ അന്ന് തൊട്ടേ നമ്മൾ ഐഫോണിൽ പോയി ഷൂട്ട് ചെയ്ത് 2-3 ആംഗിളിൽ നിന്ന് എടുത്ത് ഇതിനൊരു ഈ കൊറിയോഗ്രഫിയൊക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ പടത്തിൽ കാണുന്ന പോലെ അല്ലാട്ടോ, വേറെ തന്നെ വേർഷൻ. നമുക്കൊരു അതന്നെ നമുക്കൊരു ഐഡിയ കിട്ടാൻ അന്ന് ഇതായിട്ട് ഡിഫറെൻറ്റ് വേർഷൻ ആയിരുന്നെങ്കിലും വെൽ കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. അത് ജോഫിൽ കോച്ചും അതെ റഹ്മാനിക്കും ഭയങ്കര അടിപൊളിയായിട്ട് അതിനെ അവർക്ക് സെറ്റ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും കംഫർട്ട് ആവണം. ആ സമയത്ത് റഹ്മാനിക്ക് ഫുൾ ടൈം ഉണ്ടായിരുന്നു മോസ്റ്റ്ലി. അതാണ് ഭയങ്കര പൊളി എന്ന് വെച്ചാൽ പലരും ലേറ്റ്. ഇപ്പോൾ റഹ്മാനിക്ക് മോസ്റ്റ്ലി 2 മണി ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1:58 ആകുമ്പോൾ പുള്ളി അവിടെ ഉണ്ടാവും. മിക്കവരും അത് കഴിഞ്ഞ് എത്തുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ റഹ്മാനിക്ക് വന്ന് പിന്നെ അതിന് ഭയങ്കര ഡിസിപ്ലിൻ ആയി തുടങ്ങി. എല്ലാ ദിവസവും റഹ്മാനിക്ക് വരും, അവിടെ ഉണ്ടാവും, കോച്ചിങ്ങൊക്കെ കണ്ട് പുള്ളി അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് ഇടയ്ക്ക് പുള്ളി കുറച്ച് നേരം ബോക്സ് ചെയ്ത് ഓരോരുത്തരെ കറക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പുള്ളി പോവുക. അപ്പോൾ പുള്ളി പോകാൻ നേരത്ത് പുള്ളി പറയും ഇനിയിപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ കൊറിയോഗ്രഫി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളതെല്ലാം ഷൂട്ട് ചെയ്ത് നൈറ്റ് ഞാനിരുന്ന് എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസം പുള്ളിനെ കാണിക്കലാണ് പരിപാടി. മ്യൂസിക്കൊക്കെ ഇട്ട് SFX ഒക്കെ വെച്ച് അതന്നെ പ്രോപ്പർ ഒരു എഡിറ്റ് പോലെ തന്നെ കാണിക്കും. അത് ഭയങ്കര നമുക്കും റഹ്മാനിക്കിന് കാണിക്കാനുള്ളൊരു പീസാണല്ലോ. അപ്പോൾ നമുക്കത് ഓരോ ബോക്സിങ് 2-3 റൗണ്ട് വെച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വർക്ക് ഉണ്ടായിരുന്നു. മാതിരി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത് അത്രയും ഫുൾ പണിയൊക്കെ എടുത്ത് എഡിറ്റ് രാത്രിയൊക്കെ മൊത്തം എഡിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം റഹ്മാനിക്ക് ഇത് കാണാൻ വന്നിരിക്കണ ഇതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണേ. പക്ഷേ അപ്പോഴേ സീനതാ, പുള്ളീനെ ഒരിക്കലും നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ എനിക്ക് റഹ്മാനിക്കിനെ ഒരു കാര്യത്തിൽ പോലെ എക്സൈറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്തിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ എക്സൈറ്റ്മെൻറ്റ് കൂടി. ഇന്ന് നടന്നില്ല, അടുത്ത പ്രാവശ്യം കാണിച്ചു കൊടുക്കാൻ അത്. പക്ഷെ അത് നടന്നിട്ടില്ല. പക്ഷെ അതിങ്ങനെ നിന്ന് പോയി. ഭയങ്കര അടിപൊളി പ്രോസസ്സായിരുന്നു. അത് പുഷ് ചെയ്തോ? അതാണ് ഭയങ്കരമായിട്ട്. അത് എന്നെ മാത്രമല്ല കേട്ടോ, ക്രൂവിലുള്ള എല്ലാവരെയും പുള്ളി പുഷ് ചെയ്ത്. ഇപ്പം പടത്തിൽ പറയണ പോലെ ഭയങ്കര കിങ് മേക്കറാണ് പുള്ളിയാണ് എല്ലാവരെയും കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണേ. ഇപ്പോൾ റൈറ്റർ, ക്യാമറമാൻ, ആരെയാണെങ്കിലും പുള്ളി ഇങ്ങനെ എടോ ഇത് നടന്നില്ലടോ, ഇത് എങ്ങനെയെങ്കിലും എനിക്കൊരു ഇത്തിരിയെങ്കിലും കാണാൻ പരുവത്തിനാക്കി എന്ന് പറയും. അതെല്ലാവരിലും വാശി കയറ്റും. എന്നാൽ പിന്നെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അതിലാണ് ഫുൾ പരിപാടി. ഈ റഫ് കട്ട് ചെയ്ത ലൈക്ക് സാധനം നമ്മൾ ആക്ടേഴ്സിനെ കാണിക്കാറുണ്ടോ നേരത്തെ? എന്നുവെച്ചാൽ കൊറിയോഗ്രാഫി ഇല്ല. റഹ്മാനിക്ക് പൊതുവെ പുള്ളിയുടെ പടത്തിലെ ഒരു സംഭവം ടേബിളിൽ നിന്ന് വിട്ട് ആരെയും കാണിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. പ്രത്യേകിച്ച് സൽമാനിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ആരും ഒന്നും കാണില്ലായിരുന്നു. ഇതിൽ കുറച്ചും കൂടി ലൂസായിരുന്നു. ലൈക്ക് ഇപ്പോൾ റൈറ്റർ ഉണ്ടാവും സജഷൻസ് പറയാൻ. കാരണം റൈറ്റർ ഒരു എഡിറ്ററാണ് ഓൾറെഡി. രതീഷ് ചേട്ടൻ എന്ന് പറയുന്നത് പുള്ളി മുമ്പേ ഒരു ബേസിക്കലി എഡിറ്റർ. അപ്പോൾ പുള്ളിയും വരും ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കറക്ഷൻസ് ഒക്കെ പറയും. അപ്പോൾ ഇതിൽ അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഈ പ്രീയിലെ സംഭവങ്ങൾ അധികം പേരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കൊറിയോ ജിംഷിക്ക വെറുതെ റഫായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കാണിക്കാനൊക്കെ വേണ്ടി ജിംഷിക്കാനെ കൊണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടേക്ക് കാണിക്കുക. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും മാക്സിമം അങ്ങനെ ഒരു സാധനം കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയില്ല. ബട്ട് റഹ്മാനിക്ക് എപ്പോഴെങ്കിലും വല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ കൊറിയോഗ്രഫി കാണിക്കാൻ വേണ്ടി മാത്രം ചുമ്മാ കാണിച്ചിരിക്കണം. പരിപാടികൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് നെക്സ്റ്റ് ലൈക്ക് ഈ കോഡിറ്ററിലോട്ട് അത് അപ്പോൾ ആ പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ മോസ്റ്റ്ലി ഇങ്ങനത്തെ കുറേ മറ്റ് സീൻ റെഫറൻസുകളുടെ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഈ ബോക്സിങ് കൊറിയോഗ്രഫി ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇതായിരുന്നു കൂടുതൽ പണികൾ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ മറ്റ് പരിപാടികളിൽ കയറി. എനിക്ക് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയത് ആർട്ടായിരുന്നു. ഓരോരുത്തർക്കുണ്ടല്ലോ, ആർട്ട് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, എഡിറ്റിംഗ് നേരെ ആർട്ടിക്കൊണ്ടിട്ട് ആർട്ടാണ്. അപ്പോൾ എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു മാസമുള്ളൂ ഷൂട്ട് തുടങ്ങാൻ. അപ്പോൾ ഇനി ഓൺ സെറ്റ് വർക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓൺ സെറ്റിൽ ശരിക്കും ആർട്ട് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്, ആക്ഷൻ കണ്ടിന്യൂറ്റി ഉണ്ട്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് വന്നത് പിന്നെന്താ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ 2 പേർക്ക് വേണം. അത് തന്നെ ഒരു ഭയങ്കര വലിയ പണിയായിരുന്നു. നമ്മുടെ രാജഗിരിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്രൗഡ് ഇഷ്ടം പോലെ അല്ലേ, സ്റ്റേജ് അതെ, സ്റ്റേഡിയത്തിലുള്ള ആൾക്കാർ, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. കാരണം ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ട് വരുന്നവരല്ല. മാത്രമല്ല ഇവരെല്ലാവരും ഒരുമിച്ച് നിർത്തുക, ഒരുമിച്ച് കൈയടിപ്പിക്കുക, ഇത് വിചാരിക്കേണ്ട ടാസ്കല്ല. അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് കിട്ടിയത് ആർട്ടായിരുന്നു. ആർട്ട് ഇൻ ദ സെൻസ് ഇപ്പോൾ ബ്രോയ്ക്കിനെ അറിയാലോ, നമ്മളിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഓൺ സെറ്റ് വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനും കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോട്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ എടുക്കണം എന്ന് പറയും. അപ്പോൾ അത് വരുമ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവണം, ഒന്നും മിസ് ഔട്ട് ആയി ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരെണ്ണം മിസ് ഔട്ട് ആയാൽ അപ്പോൾ യൂട്യൂബിൽ വരും മറ്റേ വട്ടിട്ടിട്ട് ഇത് അതെ ഹിഡൻ ഡീറ്റെയിൽസ്, ഹിഡൻ മിസ്റ്റേക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഡാർക്ക് അടിക്കും. അപ്പോൾ ഹിഡൻ മിസ്റ്റേക്സ് വന്നാൽ നമുക്കത് കണ്ട പിന്നെ നമുക്ക് നെഗടിച്ച് മരി. കാരണം നമ്മൾ അത്രയും പണിയെടുത്തിട്ട് ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ മിസ്സായത്.
അത് കാരണം അവിടെ രജിസ്റ്റർ ആയ ഒരു പടത്തിന് നമുക്ക് അത് പോയി തിരുത്താൻ പറ്റില്ല, അതിങ്ങനെ നമ്മുടെ മൈൻഡിൽ കിടക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ പണി, അതായിരുന്നു ആർട്ടിലെ എത്ര ഫോട്ടോ എടുത്തതാണ് എൻ്റെ അമ്മ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. ഇത് മൊത്തതാ ഒരു ഷെഡ്യൂൾ കഴിയും, നമ്മളപ്പോൾ ഫോണൊക്കെ ക്ലിയർ ചെയ്യും. അങ്ങനെ ഫോണിൽ മെയിൻലി ഈ കണ്ടിന്യൂറ്റി ഫോട്ടോസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഓൺ സെറ്റ് എൻ്റെ പണി ആർട്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ മേ ബി ഇതാണ് ഷൂട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ബുക്സ് അറേഞ്ച് ചെയ്യണം, കപ്പ് അത്, അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം, സോഫ, ഇതെല്ലാം ഞാൻ ആർട്ട് ഡയറക്ടറോട് നേരത്തെ ലിസ്റ്റ് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അന്ന് അത് വന്നിട്ട് കാലത്ത് തന്നെ രാവിലെ എത്തി കഴിഞ്ഞിട്ട് ഷോട്ടിനൊക്കെ കുറേ മുമ്പ് അതെല്ലാം ഇല്ലേ, അതെല്ലാം അറേഞ്ച്ഡ് അല്ലേ, ഇനി ഇല്ലെങ്കിൽ എന്താണ് റീപ്ലേസ്മെൻറ്റ്, ഇതൊക്കെ റഹ്മാനിക്കാൻ അറിയിച്ച് റെഡിയാക്കി വെക്കണം. ഇതായിരുന്നു പരിപാടി. പിന്നെ ഷൂട്ടിൽ ത്രൂ ഔട്ട് അതായിരുന്നു ആർട്ടിൻ്റെ പരിപാടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇതേമാതിരി ഒരു അടിപൊളി പരിപാടി ഉണ്ടായെന്ന് വെച്ചാൽ സ്പോട്ട് എഡിറ്റർക്ക് ഒരു ദിവസം ലീവ് വന്നു. അപ്പോൾ അന്ന് റഹ്മാനിക്ക് വിളിച്ച് സ്പോട്ട് എഡിറ്റിന് ഇരിക്കാൻ പറഞ്ഞു. അത് ഭയങ്കര രസമായിരുന്നു. ഏത് സീൻ എടുക്കുമ്പോഴായിരുന്നു? ഇല്ലില്ല, അതിന് മാത്രം എഡിറ്റാനുള്ളതെന്നല്ല, ഒരെണ്ണം ഫൈറ്റ് സീനിന്റെ ദിവസമായിരുന്നു, ക്ലൈമാക്സ് ഫൈറ്റ്. സ്റ്റേഡിയത്തിന്റെ വെളിയിലുള്ള അതിലാ എനിക്ക് മറ്റേ ഇവര് ഓക്കെ ക്ലൈമാക്സ് പോർഷൻ ആയിട്ട് അത് വിട്ടേക്ക്, അതിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലായിരുന്നു അതിന് സ്പോട്ട് എഡിറ്റായിരുന്നു. പിന്നെ ഒരു ദിവസം ടർഫിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സിനിമയിൽ തൂക്കിപ്പോയ സീനായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ടർഫിൻ്റെ ഉള്ളിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേമാതിരി അന്ന് സ്പോട്ട് ഇട്ട് ലീവായിരുന്നു. അപ്പോൾ എന്നോട് കയറി ഇരുന്ന് പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിരുത്തിയായിരുന്നു. അപ്പോൾ അത് നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസാണ്. പക്ഷേ റഹ്മാനിക്കോടൊപ്പം പണി ചെയ്യുന്ന നമ്മളിങ്ങനെ മരിച്ചു പോകും. കാരണം അവിടെ ഇരുന്ന് എടാ എഡിറ്റ് അറിയാവുന്ന ആരും ഇല്ലടാ ഈ സെറ്റിൽ വേറെ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി അങ്ങോട്ട് കൊല്ലും. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസാണ്. ഭയങ്കര പിന്നെ ആ ബോണ്ട് ഭയങ്കര രസമാണ്. ഇത്രയും നാളും ഓഫ്ലൈൻ എഡിറ്റിംഗ് ആയിരുന്നു. അതെ, പെട്ടെന്ന് സ്പോട്ട് എഡിറ്റ് ചെയ്യാം. അത് വേറെ തന്നെ സ്കില്ല. ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വരുമ്പോഴത്തേക്കും അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ, നേരെ ട്രാൻസ്ഫർ ചെയ്ത് വരും, അപ്പോഴേ കോപ്പി ചെയ്യും. ഇത് സംഭവം അതോടെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ടൈം വേണം. പിന്നെ അത് കഴിഞ്ഞാൽ അതിവിടെ കൊണ്ടൊന്ന് മാച്ച് ചെയ്ത് വെച്ച് നോക്കണം. സോഫ്റ്റ്വെയറിലുണ്ട് ഒരു പണിയുണ്ടല്ലോ. ഇത് പക്ഷെ അതില്ല, അത് അപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും ഒരു 4 കണ്ണുകൾ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ എന്തായി അത് വെച്ചോ, കണ്ടിട്ട് സെറ്റാണോ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വരും. ഞാനടക്കം അവൻ്റെ അടുത്ത് പോയി ചോദിക്കും, സ്പോട്ടിൻ്റെ അടുത്ത്, എടാ ആർട്ടിൻ്റെ അടുത്ത് കറക്റ്റാണ്, ഇങ്ങനെ എല്ലാവരും കൂടി ചോദിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്പോട്ടിൻ്റെ. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സ്കില്ലുണ്ടാവും. ആ സ്കില്ല് എനിക്കില്ല. നമ്മൾ ഓഫ്ലൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നൊരു പാട്ടൊക്കെ ഇട്ട് ഈ ഷോട്ട് വെച്ചു, ഈ ഷോട്ട് കഴിഞ്ഞാൽ ഇത് വെച്ച രസമോ വേണ്ട, അടുത്ത ഷോട്ട്, അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടി. ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന പരിപാടി. ഇവിടെ വന്നപ്പോൾ ഷോട്ട് എടുത്ത് കഴിക്കുന്ന എനിക്ക് തിരിഞ്ഞിട്ട് എവിടെടാ കണ്ടിന്യൂറ്റി ഓക്കെയാണെന്ന്. എന്ത് കണ്ടിന്യൂറ്റി, ഞാൻ മറ്റേ കേബിൾ കുത്തണുള്ളൂ, കണ്ടിന്യൂറ്റി ഓക്കെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചേട്ടൻ അനിയനാണല്ലോ, അപ്പോൾ തൂക്കാൻ തുടങ്ങിയ രണ്ടുപേരും ഒരുമിച്ചാണ്. എടാ നിനക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് ഫുൾ കില്ലിങ് അവിടെ. അപ്പോൾ ആ ഒരു ദിവസം കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞു പോയത്. പക്ഷെ അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ്. അവർ ഈ പറഞ്ഞ ലിമിറ്റ്സ് പുഷ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതപ്പോൾ അങ്ങനെ ഒരു 2-3 ദിവസം സ്പോട്ട് എഡിറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോണില്ല. അത് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു ബാറ്റ് കിട്ടുന്ന ഒരു ജോലിയാണ്. ഇത്ര ബാറ്റ് വരാന്ന് പറഞ്ഞാൽ എനിക്ക് പോണമെന്നില്ല, അത്ര പെട്ടെന്നൊന്നും എഡിറ്റില്ല, പതുക്കെ മതി. അതെ അതെ. പിന്നെ അതാണ് ഇമോഷൻ ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അപ്പം അത് ഇരുന്ന് നമ്മളൊരു 10 പ്രാവശ്യം അങ്ങോട്ട് മാറ്റി കിട്ടുമാക്കി, ഒരു 2 ഫ്രെയിം കുറച്ച് കൂട്ടി കിട്ടുമാക്കി വർക്ക് ചെയ്തായിരിക്കും അതിൻ്റെ സുഖം കിട്ടാൻ. ഇത് കഴിഞ്ഞ് പിന്നെ ഓഡിറ്ററിലോട്ട് എത്തി ഷൂട്ട് തീരുന്നവരെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും റഹ്മാനിക്കടൊപ്പാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് എൻ്റെ അവിടെ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിൽക്കാന്നുള്ളൊരു പരിപാടി തന്നെ ഉള്ളൂ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ വേറെ വീട്ടിൽ പോലും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. വീട്ടിൽ ജസ്റ്റ് പോയി വന്നു. പിന്നെ നമ്മുടെ വീട് ഇവിടെയാണ്, പ്രൊഡക്ഷൻ ഫ്ലാറ്റിലാണ്. ഞങ്ങളുണ്ടാവും, ബാക്കി എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ അപ്പോൾ ആ സമയത്ത് ഈ ബിഹൈൻഡ് ദ സീൻസും അങ്ങനത്തെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് പ്രൊമോ ഇറക്കുക, അങ്ങനത്തെ ഓരോ പരിപാടികളായിരുന്നു എൻ്റെ അവിടുത്തെ ടാസ്കുകൾ. ഈ ഷോർട്സ് എഡിറ്റർക്ക് വേണ്ടിയുള്ള ഷോർട്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിഷാദക്കായിട്ട് ഞാൻ 4 വർഷം അങ്ങനെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ എന്താ വെച്ചാൽ നിഷാദക്ക് എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട്, എടാ ഒന്ന് വാടാ ഇവിടെ വന്ന് കുറച്ച് നേരം 2-3 സീൻ വർക്ക് ചെയ്ത് തന്നിട്ട് പോടാ, ഈ CG ഒന്ന് മാർക്ക് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നമ്മൾ തമ്മിലൊരു 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഫ്ലാറ്റിൽ പോസ്റ്റ് അടിച്ചിരിക്കുകയാണെങ്കിൽ നിഷാദക്കയുടെ അവിടെ പോവും, സ്റ്റുഡിയോ പോവും, കൂടെ ഇരുന്ന് ചെയ്യും, CG മാർക്ക് ചെയ്യും, അങ്ങനത്തെ പരിപാടികളിലൊക്കെ പോയിക്കൊണ്ട്. അപ്പോൾ ആ സമയത്ത് ഇഷ്ടംപോലെ പണികളുണ്ടായി. CG മാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര അത്യാവശ്യം ടാസ്കുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓൺ സെറ്റ് ഉള്ള ആൾ കൂടെ ഉണ്ടെങ്കിൽ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ അതെ. ബോക്സിംഗ് സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ് ബോക്സിംഗ് സീക്വൻസ് ഉള്ള എല്ലാ ഷോട്ടും CG ആയിരുന്നു. ക്രൗഡ് അത് ഇതൊക്കെ അങ്ങനെ ഒരുപാട് CG പരിപാടികൾ വന്നിരുന്നു. ക്രൗഡ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ക്രൗഡിൻ്റെ കണ്ടിന്യൂറ്റി എറേഴ്സ്. കാരണം നമ്മളൊരു 45 ഡേയ്സിൻ്റെ ഇടയിൽ നസ്ലൻ്റെ ഒരു പഞ്ച് ചിലപ്പോൾ ഇന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ച് എടുക്കണം 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ 3-4 ദിവസം. കാരണം നസ്ലിന് കിട്ടിയ ആ പഞ്ചിലൊക്കെ ഇടി കൊണ്ട പാടെ വലിയ നീരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം നസ്ലിനെ വെച്ച് ഷൂട്ട് ചെയ്യാനേ പറ്റില്ല, ആ മുഖം കണ്ടിന്യൂറ്റി തിരിച്ചു തരേണ്ട മുഖത്തിൻ്റെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പടത്തിൽ കാണുന്ന ഒരു ഇടി കഴിഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് കൈ വീശണില്ലേ, അത് 4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണേ.
അപ്പോൾ അങ്ങനെ ഒരു കുറേ വള്ളികളുണ്ടായി. അത് കഴിയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ കിട്ടാതെ ഒരു എന്തായാലും എങ്ങനെ കിട്ടാൻ, അവരൊക്കെ എവിടെ, ഏത് കോസ്റ്റ്യൂമിൽ ആര് ഒരു പിടിയില്ലല്ലോ. അപ്പോൾ അത് സീനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ CG കുറേ പണിയുണ്ടായി. അപ്പോൾ അത് കാരണം പിന്നെ നിശാദിക്കും ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര കാഷ്വൽ ഈ കാര്യങ്ങളിൽ. മറ്റോണം ഞാൻ ഒരു എഡിറ്ററാണ്, നീ ഒരു അസിസ്റ്റൻ്റ്, അപ്പോൾ ഇന്ന ജോലി നീ ചെയ്യണം, അങ്ങനെയില്ല. നിൻ്റെ ജോലി എൻ്റെ ജോലി എന്നൊന്നുമില്ല. എടാ നീ ചുമ്മാ ഇരിക്കണേ വാടാ, ഞാൻ ഇന്ന് അവിടെ പോവാണ്, നീ ഇതൊന്ന് തീർത്ത് വയ്ക്ക്, അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ടൈമൊക്കെ മോസ്റ്റ്ലി ഇക്കയുടെ സ്റ്റുഡിയോയിൽ ഞാൻ ഇടയ്ക്ക് പോകും. അല്ലാതെ അവിടെ പ്രൊമോൻ്റെ വർക്കൊക്കെ ഉള്ളപ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്കും അല്ലെങ്കിൽ നിശാക്കയുടെ സ്റ്റുഡിയോ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കൂടുതലും ചുമ്മാ എഡിറ്റ് കാണാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ഈ പറഞ്ഞ ഒക്ടോബർ ലാസ്റ്റ് കേൾപ്പിക്കും. അപ്പോൾ അതൊക്കെ എഡിറ്റിൻ്റെ CG ബോക്സിങ് സീക്വൻസിൻ്റെ CG നേരത്തെ വിട്ടു തുടങ്ങാൻ റഹ്മാനൊക്കെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അത് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്രൗഡും പരിപാടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ആയിട്ട് ലൈനപ്പ് ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ എഡിറ്റിൻ്റെ. എന്നാലുള്ള ലൈനപ്പ് വെച്ചിട്ട് നമ്മൾ വിടാന്നുള്ള പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ CG മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇതുണ്ടാവുന്നത്, ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഭയങ്കര ഷാറ്ററിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകെ ലോസ്റ്റ് ആയിരുന്നു നമ്മളപ്പോൾ. എല്ലാം അവിടെ സ്റ്റക്കായി. ഞാനും പ്രൊഡക്ഷൻ ഫ്ലാറ്റില്ല, റഹ്മാനിക്ക് അവിടെ ഉണ്ട്. നമുക്ക് ആർക്കും എന്താ അടുത്ത് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ഒരു പിടിയില്ല. നമ്മളങ്ങനെ ഒന്നും അറിഞ്ഞൂടാ എന്താ പരിപാടിയെന്നോ, അത് ഇനി എന്ത് ഏൽപ്പിക്കണം അങ്ങനെയൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ആഴ്ചത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി ലോക്ക്, എല്ലാവരും ഫ്ലാറ്റിലൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഒക്കെ ഷട്ട് ഡൗൺ ആണ്, ഒന്നും ചെയ്യലില്ല. ആരും കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, അടുത്ത് അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പോകുന്നില്ല. പിന്നെ ഒരിക്കലും ഇങ്ങനെ റഹ്മാനിക്ക് എന്നോടായാലും അവിടെ 2-3 പേരോടും എന്താ നമ്മൾ ഇനി അടുത്ത പരിപാടി ഇങ്ങനെ സ്റ്റക്കായിരിക്കല്ലേ, നമുക്ക് പരിപാടി ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണം, എന്താ അടുത്ത ഇതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 എഡിറ്റേഴ്സിൻ്റെ പേരും അങ്ങനെ എന്നൊക്കെ പറയണ്ടേ. റഹ്മാനിക്ക് വിളിച്ചാൽ വരാത്ത എഡിറ്റേഴ്സ് അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം റഹ്മാനിക്ക് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, എടാ ഇത് നമ്മൾ നിഷാദിൻ്റെ പടമായിട്ട് തന്നെ നമ്മളിത് ഇറക്കണം, എന്തായാലും നിഷാദിന് വേണ്ടി നമ്മൾ എന്തായാലും പടം ചെയ്തേ പറ്റൂ, നിനക്കിത് ബാക്കി പിടിക്കാൻ ഓക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടും എനിക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ചെയ്താൽ നന്നാവുന്നു. അപ്പോൾ പറഞ്ഞു എടാ ഞാനില്ല ഇവിടെ, പിന്നെ നീ പേടിക്കേണ്ട ആവശ്യം, നീ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് പോയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് പുള്ളി ഏൽപ്പിക്കണേ ആ സംഭവം. ഉത്തരവാദിത്തം എങ്ങനെ അങ്ങനെ ഭയങ്കര കാഷ്വലായിരുന്നു. അത് നീ ബാക്കി പിടിച്ച് പോയിക്കോളേ, മോർ ദാൻ എഡിറ്റ് കിട്ടണേക്കാളും നിശാക്കിക്ക് അത് ചെയ്ത് കൊടുക്കാന്നുള്ളതൊരു, അതും റഹ്മാനിക്ക് അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഭയങ്കരമായിട്ട് അത് ലാസ്റ്റ് സിനിമ നിശാക്കയുടെ ഇതെന്നുള്ള പോലെ ഇത് വരണം എന്നുള്ളതും. പിന്നെ പുള്ളി അത് അന്നേ പറഞ്ഞിരുന്നു നിശാക്കയുടെ പേരിലായിരിക്കും. അപ്പോൾ ലൈക്ക് എല്ലായിടത്തും ക്രെഡിറ്റ് വൈസ് അത് നിശാക്കിക്ക് പോകുന്ന പോലെ എന്നുള്ളത് എനിക്ക് അന്ന് ഉറപ്പായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അത്രയും തന്നെ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എഡിറ്റിൻ്റെ ബേസിക് തൊട്ട് എല്ലാം, അല്ലെങ്കിൽ ആക്ഷൻ കട്ട് ചെയ്യാനും എല്ലാം പറഞ്ഞു തന്നെയാണ് എൻ്റെ ആശ നിശാക്കിയാണ്. പടം നിശാന്തിക്ക് ഒരു ട്രിബ്യൂട്ടാന്ന് പറഞ്ഞു റഹ്മാനിക്ക്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ അത് വർക്ക് ചെയ്ത് തുടങ്ങിയത്? പേഴ്സണലി നമ്മുടെ മെൻറ്ററാണ്, ഗുരുവാണ്. അപ്പം അങ്ങനെ ഒരാളുടെ ഒരു സ്റ്റഫ് സിറ്റുവേഷൻ നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ഹാപ്പിങ് ഉണ്ടാകും. പെട്ടെന്ന് അങ്ങനെ ഒരു മൊമെൻറ്റിലോട്ട് വന്നിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ തോന്നുമ്പം നമുക്കൊരു പേഴ്സണലായിട്ടൊരു ഇത് കാണുമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ന്യൂസിന് ശേഷം അത്രയും ഭയങ്കര ലോസ്റ്റായിരുന്നു. കാരണം അതുണ്ടാവുന്നതിനൊരു 3-4 months വരെ പുള്ളി ഭയങ്കരമായിട്ട് പറയണം സ്റ്റുഡിയോയിലേക്ക്, പുള്ളിയായിട്ട് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ വിളിച്ച് അവിടെ കൂടെ ഇരുത്തുമായിരുന്നു. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ക്ലോസ് ആയിരുന്നുകൊണ്ട് അതൊരു ബ്രേക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുമ്പോഴേക്കാണ് പെട്ടെന്ന് റഹ്മാനിക്ക് ഇതിൻ്റെ കാര്യം പറയണേ. അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ആകെയുള്ള അതിലൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത ഇതെന്താ മീൻസ് നമ്മൾ കാരണം ഇതിനൊരു ഇതും സംഭവിക്കരുത്, അതാണ് ഡൗൺ വരരുത്, ബാക്ക് ഫയർ ചെയ്യരുത്. അപ്പോൾ ഞാൻ അത് മാത്രം റഹ്മാനിക്കോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിച്ചിരുന്നേക്കാം. ഞാൻ എനിക്കൊരു ഇത് മാത്രമേ പേടുള്ളൂ, എനിക്ക് എന്ത് പണി ചെയ്യാനും ഒരു സീനുമില്ല. പക്ഷേ നമ്മളത് ചെയ്തിട്ട് അത് ഫിനിഷിങ്ങിൽ എത്തിയില്ലെങ്കിൽ അത് വെറുതെ പിന്നീട് അത് നമ്മളുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ റഹ്മാനിക്കിനെ ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കായിരുന്നു, ഇങ്ങനെ വേണോ നമുക്ക് വേറെ കൊടുക്കണം എന്നുള്ള പോലെ. അപ്പോൾ റഹ്മാനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു, അത് നമുക്ക് ചെയ്ത് നോക്കണം, ഈ പറയണം നമ്മളില്ലേ. പിന്നെ ഈ പറയണം പുള്ളി അത് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതായിരുന്നു. അവിടെ തൊട്ട് അത് ചെയ്തു തുടങ്ങുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞോളം അത് വേറെ വിട്ടിരുന്നില്ല, കാരണം നമുക്കത് നിശാദിക്കായിട്ട് പേരിൽ തന്നെ ഇറക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എങ്ങും അങ്ങനെ കൊടുത്തിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഈ തല്ലുമാലയുടെ സമയത്തൊക്കെ നിശാദിക്ക് ഏൽപ്പിച്ച് പോകുമ്പോൾ റഹ്മാനിക്കയുടെ ഒപ്പം തന്നെ കുറേ നാൾ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു പലപ്പോഴും. ചില കുഞ്ഞു സീൻസൊക്കെ അസോസിയേറ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഇപ്പോൾ നിശാദിക്ക് അവിടെ ഇല്ലാത്ത സമയത്തായാലും റഹ്മാനിക്ക് എടാ മറ്റേ സീൻ എടുത്തടാ, ഇതിങ്ങനെ, അപ്പോൾ ഈ ഒരു ഷഫിൾ നോക്കി എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ തൊട്ടൊരു ബോണ്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ വന്നാലും വർക്ക് ചെയ്യാനും ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പറഞ്ഞോണം, എനിക്ക് തോന്നുന്നു ഞാൻ എഡിറ്റ് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്ത് പറഞ്ഞാലും ഞാൻ റെഡി ടു ഡു ആണ്. അപ്പോൾ അത് കാരണം സോ ഹാപ്പി ടു ഡു ദാറ്റ്, അത്രേ ഉള്ളൂ. റഹ്മാനിക്ക് ഒരു കംഫർട്ട് സോണിലായത് കാരണം കുറേ ഹെൽപ്ഫുൾ ചെയ്തു, പുള്ളി ചെയ്തു. അതേപോലെ തന്നെ പുള്ളിയുടെ ലൈക്ക്
പുള്ളി തന്നൊരു കോൺഫിഡൻസിലാണല്ലോ ഈ പ്രോജക്റ്റ് എടുക്കാമെന്നത്. അതെ ആ കോൺഫിഡൻസ് എത്രമാത്രം അത് ഹെൽപ്ഫുള്ളായി. പുള്ളി തല്ലി കിടത്തുന്ന കോൺഫിഡൻസ് ആണ് ഏറ്റവും നമുക്ക് കൂടി വരുന്നത്. ലൈക്ക് നമുക്ക് എല്ലാ ദിവസവും പുള്ളി ഇങ്ങനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എടാ ഇത് നടപടിയാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു മൂച്ച് കയറും, ഇത് ചെയ്ത് കാണിക്കണം, നാളത്തേക്ക് ഇത് ബെറ്റർ ആക്കി കാണിക്കണം. അതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ആ ഫൈനൽ കട്ട് ആക്കുന്ന വരെ പോലും നമുക്ക് ഉള്ളിലൊരു ഇതിപ്പോഴും സെറ്റായിട്ടില്ല, ഇനിയും ശരിയാക്കാണ്ടെന്നുള്ളൊരു സംഭവം അത് കാരണം കിടക്കുമായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. മാത്രമല്ല പടം ഇങ്ങനെ അന്ന് എനിക്ക് കിട്ടുന്ന ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ അത് 3 hours അടുത്ത് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓരോ വേർഷൻ ട്രിം ചെയ്ത് കുറച്ച് ഓരോ ബോക്സിംഗ് ഫൈറ്റിനും എനിക്ക് തോന്നുന്നു മേ ബി 7-8 or more than that വേർഷൻസ് ഉണ്ടാവണം. പല ലെങ്ത്തിലായിരുന്നു. ചെറുതിൻ്റെ ഫൈറ്റ് ഇത്രയും ലെങ്ത് ആയിരുന്നില്ല, ഇതിലും കൂടുതലുണ്ടായിരുന്നു. കിരൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിനൊക്കെ നല്ല ലെങ്ത് ഉള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. അതൊക്കെ വല്ലാണ്ട് മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ പറയണം റഹ്മാനിക്ക് തരുന്ന കോൺഫിഡൻസേ ഉള്ളൂ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകാൻ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തായാലും സിനിമയുടെ ലൈക്ക് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ചെയ്തു, അതേപോലെ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ വർക്ക് ചെയ്തു, അവസാനം എഡിറ്റിംഗ് ടേബിളിലെത്തി. അപ്പോൾ ഈ സിനിമയുടെ എല്ലാ ഫേസും കണ്ടു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലൈക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഫേസ് ഏതായിരിക്കും? ഓരോ ഫേസിലും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രീ പ്രൊഡക്ഷനിൽ എനിക്ക് ആ ബോക്സിങ് കൊറിയോഗ്രാഫി ജസ്റ്റ് അവരവിടെ ചെയ്ത് തുടങ്ങിയിട്ടല്ലോ. അപ്പോൾ നമുക്ക് ഐഫോൺ വെച്ച് എങ്ങും വേണമെങ്കിലും മൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അത് ഷൂട്ട് ചെയ്ത് നോക്കാം. അതെ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എവിടെ ഇപ്പോൾ ഈവൻ ഷോർട്സ് അങ്ങനെ പോലും നമ്മൾ എടുത്തിരുന്നു, എവിടെയൊക്കെ ഇൻ പോവാവോ പുറത്തോ, അപ്പോൾ അത്രയും ലിമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാം. അത് ഭയങ്കര ഒന്നും ആലോചിക്കുക പോലും വേണ്ട. ലൈറ്റ് വെക്കണ്ട, നമുക്ക് ലൈറ്റ് ഇവിടെ അടിക്കുന്ന, നമ്മൾ ഷാഡോ കയറുന്ന ഒന്നും നോക്കണ്ട, വെറുതെ റഫ് ഔട്ട് ചെയ്താൽ മതിയല്ലോ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പ്രോസസ്സാണ്. മാത്രമല്ല സിനിമാറ്റോഗ്രഫിയുടെ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഭയങ്കര രസമാണ്. നമുക്ക് ഇന്ന് പോയിട്ട് ഒരു വൈഡ് ആംഗിൾ വെച്ച് നോക്കി വെക്കാം. അപ്പോൾ ഐഫോൺ കൂടി ആയതുകൊണ്ട് നമുക്ക് 3 ലെൻസ് റേഞ്ച് വെച്ചിട്ട് അടിക്കാം. നമ്മൾ അത് 3 നന്നായി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത് അടിപൊളിയായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് തന്നെയാണ് എപ്പോഴും ഏറ്റവും രസം തോന്നിയത്. എനിക്ക് എന്തായാലും എയിം ഡയറക്ടർ ആണെന്നുള്ളതാണ്, പക്ഷേ എക്സൈറ്റ് ചെയ്യിക്കുന്ന പരിപാടി എഡിറ്റാണ്. ഒരു ഹൈ പോയിന്റ് എപ്പോഴും അതാണ്. അതിനൊരു ഹൈ കിട്ടുന്ന മൊമെന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സീക്വൻസ് തീർത്ത് നമ്മളൊരു പല വേർഷനൊക്കെ ചെയ്ത് ഒരു വേർഷൻ കാണുമ്പോൾ ഓക്കെ ഇത് അത്യാവശ്യം നമുക്ക് ഇതൊക്കെ ഫൈനലാക്കാവുന്ന ഒരു സാധനം എത്തി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഭയങ്കര അടിപൊളിയാണ്. മേ ബി നമ്മളൊരു 1 മാസം എടുത്ത് മാറ്റി മറിച്ചും ചെയ്ത് നോക്കിയൊരു സാധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു രസമുള്ള പരിപാടിയാണ്. ഞാനൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഞാനൊരു സിനിമ എന്തിട്ട് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ലൈക്ക് എനിക്ക് ചോദിക്കണമെന്നൊരു ചോദ്യം. നമ്മൾ സിനിമയിൽ ആദ്യമേ ലൈക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ലൈക്ക് ഡിസ്കഷനിലുണ്ടായിരുന്നു, അവിടുന്ന് ഷൂട്ടിലുണ്ടായിരുന്നു, എഡിറ്റിങ്ങിൽ വന്നിരുന്നു. അപ്പോൾ എഡിറ്റിംഗ് ടേബിൾ നമ്മൾ കാണുന്ന സിനിമ ലൈക്ക് നേരത്തെ കണ്ട സിനിമ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ കണ്ടത് ഈ സിനിമ ഈ സീൻ ഇത്രയ്ക്ക് നമ്മൾ എടുത്തപ്പോൾ ഇതൊരു സാധാ ഒരു സീനായിരിക്കും, നമുക്ക് അങ്ങനെ ഫീൽ. പക്ഷേ എഡിറ്റ് ചെയ്തുമ്പോൾ ഇത് ഇത്രയും കിഡിലൻ ലൈക്ക് ഇത്രയും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള സീൻ അങ്ങനെ തോന്നിയൊരു സീൻ ഏതായിരിക്കും? എന്തായാലും അറിയാലോ, ചെറുതിൻ്റെ ഫൈറ്റിൻ്റെ ആയിരിക്കും. അതല്ല അത് ഞാൻ തിയേറ്ററിൽ കിട്ടിയൊരു എനിക്കറിഞ്ഞൂടാ, ഞാൻ ലൈഫ് ലോങ് മറക്കില്ലാത്തൊരു സംഭവമായിരിക്കും. നമുക്കത് രസമായിരിക്കും, ആൾക്കാർ എൻജോയ് ചെയ്യും എന്നുള്ളൊരു ലൈക്ക് പടം വർക്കായി വന്നാൽ അത് എൻജോയ് ചെയ്യുന്നൊരു മൊമെൻ്റ് ആയിരിക്കും എന്നറിയാം. ബട്ട് ആ സമയത്ത് ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോയ്ക്കും കണ്ടായിരുന്നു. ഞാനത് നെക്സ്റ്റ് ഡേ ഓർ അതിൻ്റെ നെക്സ്റ്റ് ഡേയും കണ്ടായിരുന്നു. അതിൽ കിട്ടിയിരുന്ന ഒരു ഈ പറഞ്ഞ ലൈഫ് ലോങ് മറക്കില്ലാത്തൊരു സംഭവം. നമ്മളിപ്പോൾ എന്താ പറയുക, അതിനിങ്ങനെ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ. മേ ബി നമ്മളൊരു 2 ഫ്രെയിം ഇപ്പുറത്തേക്ക് മാറ്റി അല്ലെങ്കിൽ 4 ഫ്രെയിം അപ്പുറത്തേക്ക് മാറ്റി ചിലപ്പോൾ കിട്ടില്ലാത്തൊരു സാധനം അവിടെ കിട്ടി, ആ ഇമ്പാക്റ്റിൽ കിട്ടി എന്നുള്ളത് അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. സിനിമയുടെ ഏറ്റവും സിനിമാറ്റിക് പീക്ക് മൊമെന്റ് ചെറുതിൻ്റെ ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ. അപ്പോൾ നമ്മളവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ലൈക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം ക്രൗഡ് ഫുള്ള്, നമ്മളത് ഓൾറെഡി ഇതൊരു 1000 times വാച്ച് ചെയ്തിട്ടാണ് വന്ന് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ക്രൗഡ് ഫുള്ള് കൈയടിക്കുമ്പോൾ കിട്ടിയ ഫീൽ എന്തായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്, അത് ആക്ച്വലി വേറെ തന്നെ. പിന്നെ എൻ്റെ പേഴ്സണലി എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഹൈ പോയിന്റ്സും വേറെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അത് വേറെ പോയിന്റുകളായിരുന്നു. ചെറുതിൻ്റെ ഇത്രയും ഹൈ പോയിന്റ് കിട്ടുന്ന ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്തില്ല. റഹ്മാനിക്ക് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നുണ്ട് അവിടെ. കാരണം റഹ്മാനിക്ക് ഫുൾ പടത്തെ പറ്റിയും എല്ലാത്തിനും പറ്റി ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ എന്ത് സാധനം ചെയ്യുമെങ്കിലും പുള്ളിയുടെ ഗൈഡ് ലൈനിൽ കൂടെ മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പോൾ ചെറുതിൻ്റെ ഫൈറ്റ് ആണെങ്കിലും പുള്ളി പറയും, അവിടെ ഇപ്പോഴും ഇതിനകത്തൊരു ലാഗ് എടുക്കുന്നത് ട്രിം ഡൗൺ ചെയ്യണം, എനിക്ക് 1/2 മിനിറ്റ് കൂടി കുറച്ച് കാണിച്ചു തരണം എന്ന് പറയും. അങ്ങനെ എല്ലാം പുള്ളിയാണ് കൂടെ നിന്ന് ഗൈഡ് ചെയ്തിട്ടുള്ളൂ. ഡയറക്ടറിൻ്റെ വിഷനാണ് കംപ്ലീറ്റ്ലി. ജിംഖാൻ ഇരിക്കുന്ന ഡയറക്ടറിൻ്റെ വിഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ കുറേ കൊടുത്ത പീസസൊക്കെ പുള്ളിയാണ് പ്രോപ്പറായിട്ട് എന്തൊക്കെ എടുത്ത് കളയണം എന്ന് വെച്ച് അങ്ങനെ ആക്കി തന്നിരിക്കുന്നത്. അത് ഭയങ്കര, അതുകൊണ്ടാണ് ഈ പറയണം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നാളെ എന്തെങ്കിലും പറ്റിയാലും അത് റഹ്മാനിക്ക് പറഞ്ഞിട്ട് വെച്ചല്ലേ എന്ന് പറയാം, അല്ലെങ്കിൽ അത് റഹ്മാനിക്ക് പറഞ്ഞിട്ട് കളഞ്ഞല്ലേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് ത്രൂ ഔട്ട് ഇതിലൊരു ഫ്രീഡം ഉണ്ടായി. നമ്മൾ എന്ത് ചെയ്താലും ഒരു സേഫ് സൈഡ് റഹ്മാനിക്കാനെ കുറ്റം പറയാനൊരു ഇത് അങ്ങനെ റഹ്മാനിക്ക പറഞ്ഞിട്ട് വെച്ചൊരു സീനും റഹ്മാനിക്ക പറഞ്ഞിട്ട് കളഞ്ഞൊരു സീനും ഏതൊക്കെ ആയിരിക്കും? കളഞ്ഞ സീൻ ഇഷ്ടംപോലെ ഉണ്ട്. അത് ആക്ച്വലി നല്ല രസമുള്ള ഇപ്പോൾ അടുത്തൊരു ഡിലീറ്റഡ് സീനായിട്ട് ഇറങ്ങിയ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇവർക്കൊക്കെ
ജേഴ്സി കിട്ടുന്നു, ഇവർ ആദ്യമായിട്ട് ജേഴ്സി നോക്കുന്നു, അങ്ങനെ കുറച്ച് സിനാരി ഉണ്ടായി. അങ്ങനത്തെ കുറച്ച് സിനാരീസൊക്കെ റഹ്മാനിക്ക് കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് അത്രയും കുറവ് എക്സ്പീരിയൻസ് ഉള്ളൂ പടത്തിൽ. പിന്നെ ഒരു പടം ജഡ്ജ് ചെയ്യാറൊന്നും ഞാനായിട്ടില്ല. ഇപ്പോൾ ഇന്ന സീൻ വേണോ അത് വേണ്ടയോ അതിൻ്റെ ഒന്നും ഒരു മൂഡിൽ ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ റഹ്മാനിക്ക് വന്നിട്ട് എടാ ഇതിവിടെ വരുമ്പോൾ പടത്തിൻ്റെ പേസിനെ ബാധിക്കുന്നുണ്ട്, ഈ സീൻ കളഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടമായിട്ട് ക്വർക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം, അതിനകത്ത് നല്ല എഡിറ്റ് കട്ട്സ് ഒക്കെ എന്തെങ്കിലും നമുക്ക് ഫങ്കി ചെയ്യാൻ പറ്റുന്ന ഒരു മൊണ്ടാഷുള്ള ഭാഗമായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ഇക്കോട് ചോദിക്കും, പുള്ളി തൂക്കിക്കോളാൻ പറഞ്ഞിട്ട് പോകും, അടുത്ത റൂമിൽ പോയി അവിടെ ഇരുന്ന് ചർച്ചയൊക്കെ ആയിരിക്കും. ഞാൻ വീണ്ടും ചെന്നിട്ട് ഇങ്ങനെ അത് കളയണോ അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ഭാഗം വെച്ചാലെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പുള്ളി പറയില്ല അത് കളഞ്ഞേ പറ്റൂ. ഞാൻ വന്നിരുന്ന ഇടയ്ക്ക് ഇങ്ങനെ ബാഡ് അടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളി അതിൽ നിന്നൊക്കെ ഇങ്ങനെ ചില സീൻസൊക്കെ കളഞ്ഞോളാൻ പറയും. അപ്പോൾ പുള്ളി അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അയ്യോ അതെന്താ കളയാൻ പറഞ്ഞത്, രസം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ പടം കാണുകയാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്ന കാലിച്ച് ഇവിടെ വന്നിരിക്കും. ഞാൻ എന്നിട്ട് കുറേ പ്രാവശ്യം കൺഫ്യൂസ് ആയിട്ടൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടാ. പക്ഷേ അതെല്ലാം വന്നിട്ട് തിയേറ്ററിൽ ഞാൻ കാണുമ്പോഴാണ് പുള്ളി പറഞ്ഞ ജഡ്ജ്മെന്റ് ഇതായിരുന്നല്ലേ, ഇതാണ് പ്രോപ്പർ ജഡ്ജ്മെന്റ്, അതാ പറഞ്ഞ സാധനം ഇതാണെന്ന് മനസ്സിലാക്കാൻ തിയേറ്ററിൽ പോകേണ്ടി വന്നു. സത്യം അത് ഭയങ്കര ഐ ഓപ്പണിങ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഈ പറയണം നമുക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ ഞാൻ എടുത്ത് ലൈക്ക് ഇതിവിടെ വേണോ, ഇത് ഇച്ചിരി സ്ലോ ആവണ്ടേ, ഇതിൻ്റെ പേസ് ഡൗൺ ചെയ്യണ്ടേ, ഗ്രാഫ് ഇങ്ങനെ വന്ന് ഒരു പാട്ട് ചെയ്യുന്നുള്ള സീൻ. അപ്പോൾ അതിങ്ങനെ വന്ന് ഇച്ചിരി പടത്തിന് ഇരുത്തണല്ലേ എന്നൊക്കെ ഞാൻ റഹ്മാനിക്കോട് കുറേ തവണ ചോദിച്ചു. അത് ചോദിക്കാൻ കാരണം വെച്ചാൽ അതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. ഇപ്പോൾ റഹ്മാനിക്കോടൊപ്പം ഒരു 4 മാസമൊക്കെ വർക്ക് ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് എടാ ഇതാണ് ഗ്രാഫ് ഡൗൺ ആക്കണേ, ഇതാണ് ഗ്രാഫ് അപ്പ് ആക്കണേ എന്നൊക്കെ പറഞ്ഞ് എനിക്കും ഏതോ ഒരു പോയിന്റിൽ 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ സെൻസ് കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഇത്തിരി ഗ്രാഫ് ഡൗൺ ആക്കണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ പുള്ളി വീണ്ടും അത് പറഞ്ഞു തന്നു, എടാ ഇല്ല ഇത് എനിക്കും അറിയാം, ഇത് ഇത്തിരി ഇവിടെ അത്രേ ആവശ്യമുള്ളൂ, ഈ സീനിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും വേണ്ട, കാരണം നമ്മളൊരു 6 മിനിറ്റിൻ്റെ ഒച്ചപ്പാട് കഴിഞ്ഞിട്ടാണ് ഈ സീനിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഡെഡ്ലി സൈലൻറ്റ് സീനായിരിക്കണം, ഇതുണ്ടെങ്കിലാണ് അടുത്ത സീൻ വർക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാ ഒരാവശ്യമില്ലാണ്ട് നമ്മളൊരു സീനിനെ വെറുതെ എന്തിനാണ് ഡെഡ് ആക്കണേ. അതൊക്കെ തിയേറ്ററിൽ വന്നപ്പോഴാണ് ഇത് ഡെഡ് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് സീൻ അത്രയും ഹൈ നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ ജഡ്ജ്മെൻ്റൊക്കെ ഞാൻ അന്ന് റഹ്മാനിക്ക് പറഞ്ഞ് ശരിയാണെന്ന് ആലോചിച്ച സാധനങ്ങളൊക്കെ തിയേറ്ററിൽ ഫുൾ ക്ലീൻ ആക്കി കിട്ടി. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഓപ്പറേഷൻ ജാവ ഒരു സ്കൂളിംഗ് ആയിരുന്നെങ്കിൽ തലുമാല ഡിഗ്രി ആയെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയി. അതെ, ബട്ട് ഒരിക്കലും കമ്പാരിസൺ അല്ല, 2 ഡിഫറെൻറ്റ് സ്കൂൾസ് എന്നുള്ള പോലെ തന്നെയായിരുന്നു. തരുൺചേട്ടൻ്റെ ഒപ്പം ഉള്ളപ്പോഴും തരുൺചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളും അതുപോലെ തരുൺചേട്ടൻ അന്നൊരു ഡെബ്യൂ ഡയറക്ടറായിട്ട് പോലും പടത്തിനെ കൺസീവ് ചെയ്ത രീതിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ഡിഫറെൻറ്റ് സ്കൂളിംഗ് ആയിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല എന്തായാലും. 2 എക്സ്ട്രീം ഡിഫറെൻറ്റ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസീവിങ് അങ്ങനെയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഫേവറേറ്റ് ട്രാൻസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ പേഴ്സണൽ എഡിറ്റർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൈപ്പായിരിക്കും. വൈപ്പ് വെച്ചുള്ള ട്രാൻസിഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ വൈപ്പ് തന്നെ സ്പീഡ് വേരിയേഷനിൽ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് കളിക്കാം, ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കാം. പിന്നെ ഒരു ട്രാൻസിഷൻസ് എല്ലാം ഭയങ്കര എന്താ സ്റ്റോറി ടെല്ലിങ്ങിനെ ഫാസ്റ്റ് ആക്കുന്ന എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു സുഖമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ പടത്തിനും നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല അന്ന് കിട്ടുമ്പോൾ ഒരു ലൈനപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫാസ്റ്റ് ഡിസൈൻസോ ഇങ്ങനെ ഒരു ഫാസ്റ്റ് കട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റഹ്മാനിക്ക് എന്നെ പടം ഏൽപ്പിക്കുമ്പോഴും എന്നോട് ആദ്യം പറഞ്ഞ് നീ ചെയ്തു തുടങ്ങിക്കോ, നീ ഓരോ സീൻസ് ആദ്യം കുറച്ച് സീൻ വർക്ക് ചെയ്തോ ഒക്കെ പറഞ്ഞു, എന്നിട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്തോ, പക്ഷെ എപ്പോഴും തലയിലൊരു സാധനം ഉണ്ടാവുക, ഒരു തരത്തിലും ഒരു ഷെയ്ഡ് ഓഫ് തല്ലുമാല അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അടിപൊളി പെട്ടു, നമുക്ക് ആകെ അറിയാവുന്ന മീൻസ് നമുക്ക് ജോൺറി അതാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഫങ്കിയായിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂടി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടു. കാരണം നമ്മൾ ഇത്ര നാളായിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സീൻ വരുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ചായവ് വരും. ഈ ട്രാൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ അതെ അത് ട്രാൻസിഷൻ വരുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മളങ്ങനെ യൂസ്ഡ് ആയി പോകും അതിൽ. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് ആ ഡിസ്ട്രിക്ട് സോങ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിലൊരു പൊട്ട് എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഡിസ്ട്രിക്ട് സോങ്, അത് ആദ്യം എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഞാനത് വന്നപ്പോൾ എനിക്കിങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഇടാൻ ഇങ്ങനെ നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഇടണം, പക്ഷെ ഇതിട്ടാൽ ചിലപ്പോൾ ഇനി അതിലൊരുപാട് സ്പ്ലിറ്റ് സ്ക്രീനും മാസ് ട്രാൻസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ അടിച്ചാൽ ബാഡ് ആവുമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കാം. എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് കൊതിയുണ്ട്. ചെയ്ത് കാണിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ എന്നോട് ആദ്യം ചെയ്യാൻ പറഞ്ഞ സാധനം തല്ലുമാല അടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അതിൽ കൊണ്ടുപോയി നിറച്ച് ട്രാൻസിഷൻ ഇട്ട് കൊണ്ട് കാണിച്ചിട്ട് പുള്ളി നിന്നെ കൊണ്ട് ഇതാ പറ്റുള്ളൂ, എന്നാൽ പിന്നെ പരിപാടി നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടില്ലേ. ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രേറ്റ് കട്ട്സ് വെച്ചിട്ട് ഡിസ്ട്രിക്ട് സോങ് തീർത്തു. എന്നിട്ട് ഇതിലെ റൈറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എഡിറ്ററും കൂടിയാണ് പുള്ളി, രതീഷ് ചേട്ടൻ. ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ട്രാൻസിഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി അത് പറഞ്ഞുകൊണ്ട് ഞാൻ അതൊന്നും തൊട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രതീഷ് ചേട്ടൻ പറയാടാ പുതിയ പരിപാടി കിട്ടാൻ വേണ്ടിയായിരിക്കും നിൻ്റെ അന്നേ, നീയും വീണ്ടും സ്ട്രേറ്റ് കട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നീ നിൻ്റേതായ രീതിയിൽ തന്നെ ഫോഴ്സ്ഡ് അല്ലാണ്ട് ട്രാൻസിഷനൊക്കെ വെച്ച് തന്നെ വർക്ക് ചെയ്തോ, എന്നിട്ട് നമുക്ക് റഹ്മാനെ കാണിച്ചു നോക്കാം, പുള്ളി എന്താ പറയണേന്ന് നോക്കാൻ പറഞ്ഞു.
അങ്ങനെ ആണ് പിന്നെ ഡിസ്ട്രിക്ട് സോങ്ങിൽ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റും വൈപ്പൊക്കെ കയറ്റി അതിൽ ഈ സന്ദീപ് ഇത് പറയില്ലേ ഒരു ഓരോരുത്തരെ പറ്റി അവിടെ ആലപ്പുഴ ആ ഓരോ കുമരകം, അപ്പോൾ അതൊക്കെ അന്ന് ആഡ് ചെയ്ത് നോക്കി. ഇവനെ മലർത്തി അടിക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ വരണ പോലെ അങ്ങനെ ആഡ് ചെയ്ത് നോക്കി. അങ്ങനെ അതിൽ കുറേ അങ്ങനത്തെ കുറച്ച് നോക്കി പരിപാടി ചെയ്തു. എന്നിട്ട് റഹ്മാനിക്കനെ കാണിക്കാൻ പോണ മൊമെന്റ് നമുക്കിങ്ങനെ നെഞ്ചിരിച്ചിട്ട് പാടില്ല. എന്ത് പറയുന്നു, പുള്ളിനെ എന്ത് കാണിച്ചാലും പുള്ളി ഇങ്ങനെ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കാണിച്ചാലും അതിൽ നമ്മൾ തീർന്ന് വീട്ടിൽ പോകാൻ ബാഗ് എടുക്കാന്നുള്ള മൂഡിലായിരിക്കും എപ്പോഴും. അപ്പം അന്നും പാട്ട് കാണിച്ചു. ഞാൻ എന്നിട്ട് അതിങ്ങനെ തീർന്ന് വഴിക്ക് തല്ലുമാല പോലെയാണെങ്കിൽ പറയാം ഞാൻ അതൊക്കെ എടുത്ത് കളയാം എന്നുള്ള പോലെ നിൽക്കാം. അപ്പോൾ പറഞ്ഞു ഇല്ലല്ല തല്ലുമാലൊന്നും അങ്ങനെ അടിക്കണമെന്നില്ല, ഈ ഒരു പരിപാടി തന്നെ വെച്ചോ, ഈ ഒരു സ്റ്റൈൽ ഇതൊരു ഡിസൈനായിട്ട് കൂട്ടിയിട്ട് നമ്മുടെ പടം അങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു മൊമെന്റ് റഹ്മാനിക്ക് പറഞ്ഞു അത് കൊള്ളാലോ എന്ന് പറഞ്ഞ മൊമെന്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മൊമെന്റ് ഇല്ല. അങ്ങനെ ഒരു മൊമെന്റ് ഇല്ല പോലും ഇല്ലല്ല. പടം ലാസ്റ്റ് ഔട്ടായപ്പോ ഒന്നും പറഞ്ഞില്ല. ഇല്ല. ഈ പ്രതീക്ഷിച്ചായിരുന്നു എന്തെങ്കിലും പറയൂ. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഈ പറയണം. ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ പുഷ്. ഇന്നിപ്പോൾ ഇത്രയും പറയുന്നത് നമ്മളിപ്പോൾ ഒരു 3 മാസമാക്കാൻ ഇതിൽ കണ്ടോണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഓർക്കും നാളെ ചിലപ്പോൾ ഇത് കാണിച്ചാൽ നമുക്ക് പേഴ്സണലി അത്രയും ഹൈ ഉള്ള സാധനങ്ങളുണ്ടാവില്ല ചില. എനിക്ക് ചെറുതിൻ്റെ ഇടി എനിക്ക് അങ്ങനെയായിരുന്നു. അതുപോലെ നസ്ലൻ്റെ മെയിൻ പഞ്ചുകൾ എനിക്ക് അങ്ങനെയായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. ഡിസ്ട്രിക്ട്സ് അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പുള്ളി എന്തെങ്കിലും പറഞ്ഞാലെന്നൊക്കെ ആഗ്രഹിച്ച സാധനങ്ങളായിരുന്നു. പക്ഷേ ഭയങ്കര ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. പുള്ളി അതൊക്കെ പറഞ്ഞിരുന്നു ഞാൻ മടി പിടിച്ച് അന്നേ അതൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് എല്ലാം ഓക്കെ പറഞ്ഞു അങ്ങനെ ഒരു മൂഡിലിരുന്നേനെ. ഇതിപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ ഹാപ്പിയല്ല. പുള്ളി പറഞ്ഞാൽ പുള്ളിയും പടത്തിൽ അത്ര ഹാപ്പിയല്ല. ഇനിയും നമുക്ക് ബെറ്റർ ആക്കായിരുന്നുള്ള ഇതിലായിരിക്കണം. ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ എഡിറ്റ് പോർഷൻ ഏതായിരിക്കും? ബോക്സിങ് സീക്വൻസ് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എൻ്റേതായ രീതിയിൽ ആദ്യം ഒരു റൗണ്ട് ചെയ്തിട്ട് അത് പാളീസ് എനിക്കൊന്നും പറ്റാണ്ടായി. പിന്നെ റഹ്മാനൊക്കെ വന്നിരുന്ന് കൂടെ ഇരുന്ന് എടാ ആലോചിക്കും നീ ഇത്രയും നേരം റിയാക്ഷൻ വെക്കുന്നവർ അല്ലെങ്കിൽ ഓരോന്നിനും ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അത് റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പഞ്ചൊക്കെ ഞാൻ അത്ര നേരം വെക്കുമ്പം എടാ ഈ പഞ്ചിടിച്ചാൽ വീട്ടിൽ പോയി ഇനി നീ ആ ഷോട്ട് വെച്ചോണ്ടിരിക്കണേ ഇമ്പാക്റ്റ് കൊണ്ടു കട്ട് നെക്സ്റ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ പെക്യുലറായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു തരുമായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് ഫുൾ ഒരു കൊറിയോഗ്രാഫിയിലെ ഷൂട്ട് ചെയ്താണ്. ഒരു ഫെയിൻറ്റ്, പിന്നെ ഒരു ജാബ്, പിന്നെ ഒരു ക്രോസ്. നമുക്കിത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം പോലും കറക്റ്റായിട്ട് പിടിയിട്ടില്ല. പ്രീയിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് നമുക്ക് തെറ്റും. ഈ ജാബും ക്രോസും ചിലപ്പോൾ ഒന്ന് തെറ്റാം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ഫൂട്ടേജും ആദ്യം തൊട്ടിരുന്ന് കാണും. അതും ഈ ഫൂട്ടേജ് അപ്പോൾ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ദിവസം എടുത്തത്, പിന്നെ 12-ാമത്തെ, പിന്നെ 40-ാമത്തെ ദിവസം. ഇതൊക്കെ ഒരു ഫൈറ്റിലേക്ക് എത്ര ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? രണ്ട് മെയിൻ ക്യാമറാസ് വെച്ചിട്ട് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പോലെ കൊടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്തു. ബിഹൈൻഡ് ദി സീനിൽ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തു. അത് സ്പെഷ്യൽ ഷോട്ട്സിനായിരുന്നു കൂടുതലും. ബോഡി അറ്റാച്ച്ഡ് ഉള്ള ഷോട്ട്സ്. പിന്നെ പറഞ്ഞാൽ മെയിൻ ക്യാം കൊണ്ടുപോകാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഒരു മാക്സിമം ജിംഷിക്ക മറ്റേത് പുള്ളി എന്താണെന്ന് വെച്ചാൽ ജിംഷിക്ക മെയിൻ ക്യാമറ എടുത്തിട്ട് അതിനെ ലിമിറ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ മോളിൽ നിന്ന് കെട്ടി തൂക്കി ഒരു കയറിലിട്ട് ഓടി നടന്നു അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തു. ഒരുപാട് പരിപാടികൾ അതിൽ ട്രൈ ചെയ്തിട്ടുണ്ടായി. കുറേ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത്. അതെ ഇനിയും മേ ബി ഒരു 10 മിനിറ്റോളം ഫുട്ടേജ് നമ്മൾ മീൻസ് ഓരോ ഫൈറ്റിലും പല ഫുട്ടേജുകൾ കാണാത്തതുണ്ടാവും. അതുപോലെ ഷോർട്സ് ഇനിയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ തരം ഷോർട്സ് വെച്ചിട്ടുണ്ട്, പലതരത്തിലെ ആംഗിൾ വെച്ച്. ബോക്സിംഗ് സീൻ എഡിറ്റ് ചെയ്യാൻ ബോക്സിംഗ് കാണേണ്ടി വന്നു. ബോക്സിംഗ് കണ്ട് ഇഷ്ടംപോലെ അത് വീഡിയോസ് ഇഷ്ടംപോലെ. കാരണം പ്രീല് തൊട്ടേ അവിടെ ഇങ്ങനെ ബോക്സിംഗ് വീഡിയോസ് അവിടെ ബോക്സിംഗ് മാച്ച് വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കാണാം. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അത് റഹ്മാനിക്കയുടെ അവിടെ വരുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒരു ബോക്സിംഗ് ആംബിയൻസിലാണ് നിൽക്കുക. ഇപ്പോൾ ഒരു ബോക്സിംഗ് മാച്ച് ഇമ്പോർട്ടൻ്റ് ഒരു മാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമയുടെ ഗ്രൂപ്പിൽ ഇത് പുള്ളി ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും അത് വന്ന ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. മിക്കവരും ആ ബോക്സിംഗ് മെയിൻലി കാസ്റ്റ് അടക്കം അവർ ആ ബോക്സിംഗ് മാച്ച് കണ്ട് ഇടയിൽ ഗ്രൂപ്പിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇവൻ ജയിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളേ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു 1.5 വർഷം എല്ലാവരും ഒരു ബോക്സിംഗ് ആംബിയൻസിലാണ്. ഇപ്പോൾ ഇടയ്ക്ക് ബോക്സിംഗ് കാണാം, ബോക്സിംഗ് പടങ്ങൾ കാണാം, അങ്ങനത്തെ ഒരു മൂഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്തിരുന്നു. ലൈക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ജോബ് നമ്മളൊരു അടച്ചിട്ട റൂമിൽ ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. എത്രമാത്രം മെൻ്റൽ പ്രഷർ. ആക്ച്വലി ഞാൻ ഭയങ്കര ഇച്ചിരി ഓവർ എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സഫോക്കേറ്റീവ് ആയിരുന്നു ഇത്. അതാ പറഞ്ഞു ഞാൻ എഡിറ്റിംഗ് ഒന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നതായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് മിണ്ടിയിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾ, എനിക്ക് പുറത്ത് പോകണം, ആൾക്കാർ സംസാരിക്കും, കാണുന്ന പരിപാടികൾ, അങ്ങനെ ഒരു പരിപാടിയിൽ പോയിരുന്നു. അതാണ് ഡയറക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് എഡിറ്റിൽ ഓക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മാറി. ഈ പറഞ്ഞ എനിക്ക് പുറത്ത് പോകാനുള്ള ഇഷ്ടം കുറഞ്ഞു. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അതിലൊരു ഹാപ്പിനെസ് കിട്ടി, അതിലൊരു ഹൈ കണ്ടെത്താൻ തുടങ്ങി. പക്ഷേ ഈ പറയണം മെൻ്റൽ ഹെൽത്ത് ഭയങ്കര സീനാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഭയങ്കര ഈ പ്രഷർ ഹോൾഡ് ചെയ്യൽ ഭയങ്കര സീനാണ്. അത് ഞാൻ ഇപ്പോഴും അതിനൊരു ഓവർകം ചെയ്യാനുള്ള ഒരു പരിപാടി കണ്ടുപിടിച്ചിട്ടില്ല. അത് ഇനി ഓൺ ദ ഗോ എന്തെങ്കിലും സെറ്റ് ആവുമായിരിക്കും. ഇതിലാണെങ്കിലും തല്ലുമാലയിലാണെങ്കിലും ഇതൊന്ന് എന്താ പറയുക
ആ ഒരു 5 months കടന്നു കിട്ടാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു. മേ ബി എഡിറ്റിൻ്റെ ആ ദിവസങ്ങൾ കടന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 17 to 18 hours ഒക്കെ വർക്ക് ടൈം ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ ഉറക്കൊക്കെ 4 മണിക്കൂർ 3 മണിക്കൂർ, അത് ഭയങ്കര സീനാണ്. വീട്ടിൽ പോകുമ്പോഴൊക്കെ എപ്പോഴും ചോദിക്കും ഈ കണ്ണിൻ്റെ ഒക്കെ സീൻ എന്തെങ്കിലും ഇരിക്കണേ, കണ്ണെന്തെങ്കിലും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഹാപ്പിയാണ് എപ്പോഴും. ഇനി ആയാലും എഡിറ്റിംഗ് എന്തോരം വന്നാലും ഇരുന്ന് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ്. സിനിമ കണ്ടപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്തായിരുന്നു റെസ്പോൺസ്? അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും വിളിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച്, പിന്നെ പണ്ട് സ്കൂളിലുണ്ടായിരുന്നവരൊക്കെ മെസ്സേജ് അയച്ച് ഭയങ്കര സന്തോഷമായി. പിന്നെ അമ്മേനെയും കൊണ്ട്, അപ്പച്ചന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അമ്മേനെ കൊണ്ട് തിയേറ്ററിൽ കാണിച്ചു. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു പടം കണ്ടിട്ട്. അതുപോലെ പേര് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അമ്മ മുമ്പ് ഇറങ്ങുന്ന എല്ലാ പടത്തിലും അമ്മ പലപ്പോഴും എൻ്റെ പേര് മിസ് ഔട്ട്. എടാ ഇതിൽ എവിടെയാണ് നിന്റെ പേര് എന്ന് പറയുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാവും. സിനിമ അവസാനമാണ്. പിന്നെ പലയിടത്തും തിയേറ്ററിൽ ഇത് ഓഫാക്കി കളയാറൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം അത് ആ ഒരു 2 മിനിറ്റ് കൂടി അത് ലോഡ് ചെയ്താൽ ഒരു കുഴപ്പമില്ല ശരിക്കും. പലരും തിയേറ്ററുകാർ അത് നിർത്തി കളയും. ഞങ്ങൾ പലപ്പോഴും എൻ്റെയൊക്കെ പേര് സ്ക്രോളിലായിരിക്കും, ലാസ്റ്റ് സ്ക്രോളിലായിരിക്കും, പ്രൊമോ ക്രെഡിറ്റിലായിരിക്കും പേര് വരുന്നത്. അത് വരുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ആരോടെങ്കിലും കൂട്ടുകാരികളോട് പറയാനോ അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ പേര് പോയിണ്ടാവും. അത് വിട്ടിട്ട് ഇപ്പോൾ തിയേറ്ററിൽ പേര് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അത് ഒരുപാട് പറഞ്ഞു. പിന്നെ എൻ്റെ ചേട്ടനും ഫിലിം ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പടം കണ്ടിറങ്ങിയിട്ട് വിളിച്ചൊരു 15 മിനിറ്റ് കോൾ ഉണ്ടായിരുന്നു. അതും എനിക്ക് ലൈഫിൽ ഞാൻ മറക്കില്ലാത്ത ഭയങ്കര അടിപൊളി ഒരു കോളായിരുന്നു. ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. അത് ഭയങ്കര ഇമോഷണൽ. കാരണം ഞാൻ ചേട്ടൻ തമ്മിൽ അങ്ങനെ ഒരു റാപ്പ് അധികം മുമ്പ് അത്രയും ഉണ്ടായിട്ടില്ല. ബട്ട് ഇത് കണ്ടിറങ്ങിയിട്ട് ചേട്ടൻ വിളിച്ചൊരു മൊമെന്റ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സിനിമയുടെ എൻഡ് ക്രെഡിറ്റിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്രെഡിറ്റ്സ് വന്നപ്പോൾ ട്രാൻസിഷൻ എങ്ങനെ ലൈഫിൽ? ഞാൻ ജസ്റ്റ് കറക്റ്റ് ചെയ്യണം, അത് വേറെ രീതിയിൽ പറഞ്ഞില്ല. ഈ പടത്തിൽ ഫ്രണ്ടിൽ ക്രെഡിറ്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി ഫോർവേഡ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം വന്നു. ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവരും ഞാൻ അധികം പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ പടത്തിൽ എഡിറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ മൈൻഡിലും അവിടെ പൊതുവിലുള്ള അതാണ് നമ്മൾ ഇത് നിഷാദക്ക് എഡിറ്റ് ചെയ്യുന്ന പടം എന്നുള്ള പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈവൻ പടത്തിൽ പേര് വരുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ക്രെഡിറ്റ്സ് ഇല്ല എന്നുള്ള പോലെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നത്. എന്നോട് പടം ഇറങ്ങിയേക്കാൾ ഒരു 2 ആഴ്ച മുമ്പാണ് റഹ്മാനിക്ക് വന്ന് പറഞ്ഞ് എവിടെ പടത്തിൽ നിൻ്റെ പേര് കോ എഡിറ്ററായിട്ട് വെക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത് AD പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് ഞാൻ അറിയണത് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തായാലും 2 ആഴ്ച കൂടി ഉള്ളൂ. അത് ആരോടും പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ടതൊന്നുമില്ല. ആ ഒരു മൊമെന്റ് പേഴ്സണലി എങ്ങനെ? അത് ഭയങ്കര സന്തോഷമായി. റഹ്മാനിക്ക് വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ലൈക്ക് എങ്ങനെ കൺസീവ് ചെയ്ത അതെനിക്കറിഞ്ഞോളൂ. അത് ഭയങ്കര സന്തോഷമായിരുന്നു. റഹ്മാനിക്ക് അത് വെക്കേണ്ട ആവശ്യമില്ല. എന്നോട് ഒരിക്കലും വാക്ക് പറഞ്ഞിട്ടില്ല, എന്നോട് ഒരിക്കലും പറഞ്ഞില്ല ക്രെഡിറ്റ് വെക്കുന്നൊക്കെ. പുള്ളിക്ക് അത് അങ്ങനെ വിട്ടാൽ മതി. പക്ഷെ പുള്ളി അത്രയും കൺസേൺ അതിന് കൊടുത്ത് അത് എന്നോട് ഒന്ന് പറഞ്ഞ് AD ഉറപ്പ് വരുത്തി അത് പേര് അവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ, ഭയങ്കര അടിപൊളി. അത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണില്ല പേരൊക്കെ വരും എന്നുള്ളത്. അതൊക്കെ വന്നപ്പോൾ അതും പ്രത്യേകിച്ച് ലൈക്ക് പടം എൻ്റെ ഒരു 6ാമത്തെ ക്രെഡിറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അതും നിശാഖയുടെ ഒപ്പം തന്നെ. എനിക്ക് അതിൽ പരം ഹാപ്പിനെസ് വേറൊന്നും കിട്ടാനില്ല. അതെ, കൂടെ തന്നെ. അത് ഭയങ്കര സീനായിരുന്നു. ഒരു ഫിലിമിലോട്ട് വരുന്ന ഒരു യങ്സ്റ്റേഴ്സിന് എന്തൊക്കെയാണ് ഒരു ഹൗ ടു ബി ആൻ എഡിറ്റർ എന്ന്, എങ്ങനെ ഒരു എഡിറ്റർ ആവണമെന്ന് ചോദിച്ചാൽ പറയാനുള്ളതായിട്ടില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഞാൻ ആ യങ്സ്റ്റർ ആസ്പയറിംഗ് ടു ബി ആൻ ഇൻഡിപെൻഡന്റ് എഡിറ്റർ ഓർ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ എന്നുള്ള പോലെ നിൽക്കണേ. ഈ ഞാൻ പറഞ്ഞില്ല, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ എന്ത് സാധനം ചെയ്തുകൊണ്ടിരുന്നാൽ പോളിഷ് ആവും. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ ചുമ്മാ ഇരുന്ന് ഈ പറഞ്ഞ കൂട്ടുകാരുടെ ഒപ്പം പോകുന്ന വീഡിയോസോ അതൊക്കെ വെറുതെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പം വിളിച്ച് ചോദിക്കാറുണ്ടോ എടാ എൻ്റെ റീൽ എഡിറ്റ് ചെയ്ത്? അതുണ്ട്. അത് കൂടെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മൾ അന്ന് ചെയ്യാറുള്ള കുറേ പോലത്തെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ ഇങ്ങനെ ഇട്ടതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യാറുള്ള ഇപ്പോൾ അവരുടെ വീഡിയോസിലൊക്കെ ചെയ്യാറുള്ള സ്പെസിഫിക് ഇപ്പോൾ ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ, അത് തന്നെ പടത്തിൽ വരുമ്പോൾ അവർ ചോദിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ അവരത് റിലേറ്റ് ചെയ്തിട്ട് ഇന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സിനിമ എഡിറ്റർ അല്ലേ അതുകൊണ്ട് എനിക്ക് റീൽ എഡിറ്റ് അത് ഇഷ്ടംപോലെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതിലുള്ളൂ. അത് ഭയങ്കര രസമാണ്. ഒരുപാട് താങ്ക്സ് ഈ പറയണം. നിങ്ങളായാലും ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ ഒരു ടോക്കിന് വേണ്ടി ഇരുത്തിയതും ഭയങ്കര സന്തോഷം. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒരാൾ ഒരു സാധാരണ നമ്മളെല്ലാ കേസിലും നമ്മളെപ്പോഴും ഒരു എഡിറ്ററിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും ഞാനിപ്പോൾ പറയാം, ഒരു സിനിമ ഇപ്പോൾ നമ്മൾ ഇറങ്ങി പുതിയൊരു സിനിമ വന്നു, അപ്പോൾ അതിൻ്റെ എഡിറ്റേഴ്സിൻ്റെ ലൈക്ക് അതിൻ്റെ ടെക്നീഷ്യൻസിനെ ആരും ലൈക്ക് നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെ പറയുമല്ല എപ്പോഴും. അപ്പോൾ ഈ ടെക്നീഷ്യൻ്റെ സൈഡ് എങ്ങനെയാണ് എന്ന് നമ്മൾ ആൾക്കാരിലോട്ട് എത്താനാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഓഡിയൻസിലേക്ക് ഹൗ ദ ടെക്നീഷ്യൻസ് മേക്ക് ദീസ് ഫിലിംസ്, അതാണ് നമ്മുടെ ഫസ്റ്റ്, അതാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. താങ്ക്സ് ബ്ലസ്സൻ. അതുകൊണ്ട് ഞാനും ഒരു താങ്ക്സ് പറഞ്ഞു. ഈ പറയണം ലൈക്ക് ഈ ഒരു സൈഡും കൂടി നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു മേ ബി ഒരു കുറച്ച് പേരിലേക്ക് എത്തിക്കാൻ നോക്കിയതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളി ഇനിഷ്യേറ്റീവ് ആയിട്ട് തോന്നി. ഒരുപാട് താങ്ക്സ്.